എന്നാ മ്യൂട്ട് ചെയ്യും. എക്കിപ്പ് ഒന്ന് മ്യൂട്ട് ചെയ്യും. അതായത് ഞാൻ ബൈബിൾ എടുത്ത് സംസാരിച്ചു എന്നാണ് എക്കിപ്പ് എൻ്റെ ഒരു വാക്കാണ് എടുത്തു കൊണ്ടുവരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബൈബിളിന് ഒരു ആധികാരികത ഇല്ല, അത് ബൈബിളിനെ കുറിച്ച് ഞാൻ പറഞ്ഞൊരു വാക്കെടുത്ത് പറയുമ്പോൾ പിന്നെ എനിക്കത് വിശദീകരിക്കണ്ടേ എന്ന് താങ്കൾ പറയുന്നത്. അത് ഖുറാൻ പറയുന്നുണ്ട്. ഞാൻ താങ്കളോട് വിശദീകരിച്ച് തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന പുതിയ നിയമ പുസ്തക കർത്താക്കൾ അവർ റെഫർ ചെയ്തിട്ടുള്ള പുസ്തകങ്ങൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണ്. അപ്പൊ ഖുറാൻ ഇറങ്ങുന്ന സമയത്ത് ഏതെല്ലാം ഗ്രന്ഥങ്ങൾ ഉണ്ടായി എന്നത് നമുക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഉണ്ടാകാം. ഞാൻ അതിനൊരു ഓക്കെ. തെളിവാണ് അപ്പൊ നിങ്ങളോട് പറഞ്ഞത്. ലത്തീഫ് മത്തായി, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ഒറ്റ അപ്പൊ മിനിറ്റ്. ലത്തീഫ് അതിനൊരു ഒരു തെളിവാണ് ഞാൻ അല്ല, നിങ്ങളോട് ഒരു പറഞ്ഞത്. മുസ്ലിം വിശ്വാസി അല്ലേ? എന്ത്? അല്ല, നിങ്ങൾ ഈ ഒരു പറഞ്ഞ മിനിറ്റ്. കാര്യങ്ങൾ ഞാൻ അതിന്റെ അംഗീകരിക്കാം. അല്ല, നിങ്ങൾ ഈ അതിന്റെ ഒരു പറഞ്ഞ കാര്യങ്ങൾ തെളിവ് അംഗീകരിക്കണതിന് എനിക്ക് കുഴപ്പമില്ല. അല്ല എക്കിപ്പ് എന്നോട് ചോദ്യം ചോദിച്ചാൽ പിന്നെ ഇടയിൽ കയറല്ലേ. ഞാൻ പറയട്ടെ, ബ്രദറെ, ഞാൻ ഒരു മിനിറ്റ് ഒരു പറഞ്ഞത് മിനിറ്റ് കൺക്ലൂഡ് ഒരു മിനിറ്റ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് ഞാനൊരു അല്ലല്ല, കാര്യം ക്ലിയർ ചെയ്യാം. എന്നോട് ഞാനൊരു കാര്യം ക്ലിയർ ചെയ്യാം. ഒരു മിനിറ്റ് ഞാൻ ഞാനൊരു പറഞ്ഞു കാര്യം തരാം. എനിക്ക് എക്കിപ്പിനോട് എന്റെ തർക്കിക്കാനൊന്നുമില്ല. എന്നോട് പൊന്ന സഹോദര, ചോദ്യം ചോദിച്ചാൽ അതിനൊരു ക്ലാരിറ്റിയോടെ മറുപടി പറയാനുള്ള അവസരം എനിക്ക് തരണം. അതെ, എന്നോട് ചോദ്യത്തിന് ചോദ്യം ഉത്തരം പറ. ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം പറ. ഇനി മ്യൂട്ട് ചെയ്യും, ഖുറാനിൽ ഇനി അങ്ങനെ മ്യൂട്ട് ചെയ്യും. ഞാൻ പറയട്ടെ. പറയുന്നുണ്ട്. കേക്ക്, അതെ, ഖുറാൻ നിങ്ങളൊന്ന് കേക്ക്, ചോദ്യം ഒന്ന് പറയുന്നുണ്ട്. കേൾക്ക്, ആ ഖുറാൻ ചോദ്യം ഒന്ന് പറയുന്നത് കേൾക്ക്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇന്നത്തെ പുസ്തകങ്ങളെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ നിങ്ങളോട് തെളിയിച്ചത്. എന്റെ പൊന്ന സഹോദര, നിങ്ങൾ അപ്പൊ കേൾക്ക്, ചോദ്യം ഒന്ന് ഒരുപാട് കേൾക്ക്, ചോദ്യം പുസ്തകങ്ങൾ ഒന്ന് കേൾക്ക്. ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തെളിവ് ലത്തീഫ് ഒന്ന് ബൈബിളിൽ മ്യൂട്ട് ചെയ്യൂ. നിന്നാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തു ലത്തീഫ് തന്നത്. ലത്തീഫ് ഒന്ന് മ്യൂട്ട് നിങ്ങളെ ചെയ്യൂ. ഒന്നാമത്തെ ഒന്ന് മ്യൂട്ട് പറയാം. ചെയ്യേക്കിപ്പേ എന്തിനാണ് ഇത്ര ബേജാറ്? ചോദ്യം ചോദിച്ചിട്ട് പിന്നെ കിടന്നിട്ട് ലത്തീഫെ ഒന്ന് കേൾക്ക്, നിങ്ങളൊന്ന് സമാധാനത്തോടെ കേൾക്ക്. നിങ്ങൾക്ക് സമയം തരുന്നുണ്ടല്ലോ, എന്തിനങ്ങനെ എന്ത് വിഷമിക്കല്ലേ? സമയം തരുന്നു? നിങ്ങൾക്ക് എന്റെ സമയത്തിനുള്ളിൽ കയറി ഞാൻ എക്യൂപ്പിനുള്ളിൽ കയറിയപ്പോ എക്യൂപ്പ് കിടന്നിട്ട് എനിക്ക് തോന്നുന്നേ കൂപ്പിടിച്ച്, എന്നിട്ട് ഞാൻ ലത്തീഫ് മ്യൂട്ട് ചെയ്ത് ഓടാനുള്ള പരിപാടി ചെയ്യാൻ കുത്തിരുന്നതാണ്. തോന്നുന്നു കേട്ടോ. ലത്തീഫ് ഓടാനുള്ള പരിപാടി ചെയ്യാം. ലത്തീഫ് എന്തൊരു അല്ല, കഷ്ടം. എന്നെ ലത്തീഫ്, കൊണ്ട് ഈ ഒരു കാര്യം സംസാരിപ്പിക്കോ ഇല്ലേ അത് ചോദിക്കുന്നതെന്ന് പറയാൻ കേൾക്ക്. തോന്നുന്നു. നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്ക് സഹോദരൻ, ഒന്ന് കേൾക്ക്, നിങ്ങൾ കേൾക്ക്. ഒന്ന് ഇനി എന്താ ഞാൻ ഒന്നുകൂടെ ലത്തീഫേ? ക്ലാരിറ്റിയോട് കൂടെ പറയാം. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവരുടെയും യഹൂദരുടെയും കയ്യിലുള്ള പുസ്തകം ശരിയാണ് എന്ന് മുഹമ്മദ് സാക്ഷ്യപ്പെടുത്തുന്നു. ഓക്കെ, ഏത് നൂറ്റാണ്ടിൽ? 7-ാം നൂറ്റാണ്ടിൽ. 7-ാം നൂറ്റാണ്ടില് മുഹമ്മദ് പറയാണ് ഈ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലുള്ള പുസ്തകം ശരിയാണെന്ന് പറയുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഞാനത് വിശ്വസിക്കുന്നു. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങളിൽ പ്രവാചക വചനങ്ങളും ദൈവിക വചനങ്ങളും ഒക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. വെരി ഇപ്പോഴും ഗുഡ്, നിങ്ങളുടെ വെരി ഗുഡ്, കൈകളിൽ വെരി ഗുഡ്. ഇരിക്കുന്ന അല്ല, വെരി ഗുഡ്, അത് ഒരു മതി. ഇനി മിനിറ്റ്, ഞാൻ ഒരു പറയാം, മിനിറ്റ് പറയുമ്പോൾ നിങ്ങൾ അത് പറഞ്ഞോ. ചങ്ങാതി, അടുത്ത കാര്യം. ഞാനൊന്ന് പറയട്ടെ ചങ്ങാതി. എന്റെ നീ പൊന്ന്, എന്തിനാ കിടന്നിട്ട് അയ്യോ, ഒരു ഞാൻ ഒന്ന് കാര്യം ചോദിച്ചു, അതിന് പറഞ്ഞോട്ടെ. ഉത്തരം പറഞ്ഞു. പിന്നെ എന്റെ ചോദ്യം ലത്തീഫെ, താങ്കൾ ചോദിച്ചാൽ അതിന് പറഞ്ഞത് മറുപടി കേട്ടു. അതല്ല. ക- ഞാൻ പറയട്ടെ, നീ ചോദിച്ചാൽ അതിന്റെ താങ്കൾ പറഞ്ഞത് കേട്ടു. 7-ാം നൂറ്റാണ്ടിൽ എന്നത് ചോദിച്ചാലേ ശരിയാണോ? താങ്കൾ അതിനുള്ള പറഞ്ഞു മറുപടി ശരിയാണ്. ഇനി ഞാൻ അടുത്ത പറയാനുള്ള ചോദ്യം അവസരം ചോദിക്കട്ടെ? തരുന്നില്ല. ഞാൻ അടുത്ത ചോദ്യം. പറയണുള്ളൂ. അല്ല, ഞാൻ അങ്ങോട്ട് പോവാണ്. ചങ്ങാതി, എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കണം നേരമില്ല, ഞാൻ പോവുക. ലത്തീഫ് അതല്ല, ഓടാൻ സമയമായി. ചോദിച്ചാൽ മറുപടി പറയാൻ സമ്മതിക്കുമെങ്കിൽ ഇല്ലേ? സമ്മതിക്കും, അല്ലെങ്കിൽ നമുക്ക് പുള്ളിക്കാരൻ ഞാൻ ഓടുകയാണ്. ഓടാനുള്ള എനിക്കിപ്പോ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളോട് ഇപ്പൊ അതിന് ഉണ്ടാക്കുക. തർക്കം നടത്തിയിട്ട് വലിയ കാര്യമായിട്ടൊന്നും കാര്യം. ഓക്കെ, അല്ല, പുള്ളി ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുള്ളിക്ക് അവസരം കൊടുക്കുക. കാരണം പുള്ളി ഓടാനുള്ള ഒന്നാമത്തതേ, അവസരം നോക്കുക. നിങ്ങൾ ഓട്ടണ്ട ജയിക്കാനായിട്ട് ഓട്ടണ്ട മാത്രം കുത്തിരിക്കുന്ന ആളെ. എനിക്ക് അതിൽ ഓടിത്തളരണ്ട താല്പര്യമില്ല. പറയാം, ഓമന പറയാം. വിടല്ലേ, ബ്രോ പൂമുഖം അല്ലനെ വിട്, അല്ലനെ വിട്, ബ്രോ പണിതേണ്ട. വിട് വിട് അല്ലനെ. ബ്രോ വിട് വിട് വിട്, അല്ലെങ്കിൽ ഓടും, അല്ലെങ്കിൽ ഓടും പ്ലീസ്. ഇല്ലില്ല ബ്രോ ബ്രോ അല്ലല്ല, ഒരു വിട്. മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ബ്രോ ഒരു വിട്. മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേറെ ആരും എടുക്കല്ലേ, വേറെ ആരും എടുക്കില്ല. ഒന്നാമത് ലത്തീഫ് ഒരു അവസരം നോക്കി നിൽക്കുക. എല്ലാം കൂടെ ഇപ്പൊ പുള്ളി ആ, ഓടും. ഓക്കെ, നമുക്ക് ലത്തീഫിന് അടുത്ത് 1 മിനിറ്റ് കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞാൽ പോയി മാത്രമേ പോയി ഞാൻ പോയി പോയി ഇടപെടത്തുള്ളൂ. പോയി പോയി ആ പോയി. അല്ല, ഉണ്ട് ഉണ്ട് ഉണ്ട്. എങ്കിൽ അതെ, ബ്രോ ചോദിച്ചു ചോദിച്ചു ചോദിച്ചു. ഇവിടെ ഉണ്ട് ഇവിടെ. ഉണ്ടോ? ലത്തീഫ് ഇവിടെ ഉണ്ടോ? ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. അല്ല, ലത്തീഫ് പറഞ്ഞു തീർത്തോട്ടെ. ഇനി 1 മിനിറ്റ് കഴിഞ്ഞ് വേറെ ആരും ഇടപെടാവുള്ളൂ. ഓക്കെ, ലത്തീഫ് പറ. ഉം. ലത്തീഫിനെ ഇടയ്ക്ക് നിർത്തിയെന്ന് വേണ്ട. നെക്സ്റ്റ് 1 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർത്തോ. പറഞ്ഞു പറഞ്ഞു. ഒന്നാമത്തത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോട് തർക്കം നടത്തേണ്ട കാര്യം, ഓടിയത് ആളുകൾ പറയുന്നത്. ഞാൻ എന്നോട് ഒരു ചോദ്യം ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരം നിങ്ങൾ തരണ്ടേ.
അപ്പൊ അതിനുള്ള അവസരം തരുമെങ്കിൽ എനിക്കറിയുന്നത് പറയാന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് സ്ഥാപിച്ചിട്ടൊന്നും കാര്യം ഞാൻ പറഞ്ഞില്ല. നിങ്ങളെ വിശ്വാസങ്ങളായിട്ട് നിങ്ങൾ പോ, നമ്മുടെ സമയം പോവുകയാണ്. നമുക്കത് ഉത്തരത്തിലോട്ട് വാ. അത് എന്താണ് ചങ്ങാതി ഇത്രയും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വെറുതെ ജയിക്കാനും തർക്കിക്കാനായിട്ട് മാത്രം കുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം നമ്മളായിട്ടുള്ള ഞാനൊക്കെ ഇത്ര മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ലത്തീഫെ ഒരിക്കലും 30 അനാവശ്യം സെക്കൻഡ് ഉണ്ടേ. പറയുകയോ ലത്തീഫെ 30 സെക്കൻഡ് ഉണ്ട് ഫിനിഷ് എന്തെന്ന് പറയാം. ഞാൻ പോവാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യരുന്നിട്ട്. ഞാൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളായിട്ട് പോവാപ്പോ എനിക്ക് നിങ്ങളോട് സംസാരിക്കും. ഞാൻ പറഞ്ഞ എനിക്കിപ്പോ ചോദിച്ച ചോദ്യത്തിന് ഞാൻ എന്റെ മനസ്സിലാക്കൽ പറയണ്ടേ. ഞാൻ അതാണ് പറഞ്ഞത്. ഇനി ഒരു ഇടപെടലേട്ടോ, ഒരു മിനിറ്റ് എടുത്തിട്ട് സംസാരിക്കട്ടെ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കിപ്പോ ചോദിച്ചത് എത്ര ആ, അന്നത്തെ ക്രൈസ്തവർ ഏതെല്ലാം പുസ്തകങ്ങൾ അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന്, അല്ലെങ്കിൽ യഹൂദരുടെ കൈകളിൽ ഏതെല്ലാം പുസ്തകങ്ങളുണ്ട് എന്നുള്ളതിനൊന്നും ആധികാരികമായിട്ട് ഒരു തെളിവൊന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണ്, എനിക്കറിയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു തെളിവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. മത്തായി കോട്ട് ചെയ്യുന്നു, പ്രവാചക പുസ്തകങ്ങൾ കോട്ട് ചെയ്യുന്നു. ആ പ്രവാചക പുസ്തകങ്ങൾ ഇന്ന് നമ്മുടെ കൈകളിൽ ഇല്ല. അപ്പോ ഇവ മത്തായി അടക്കമുള്ള പുതിയ ഗ്രന്ഥകർത്താക്കൾ ആധികാരികമായി കരുതിയിരുന്ന പല പുസ്തകങ്ങളും ഇന്ന് നമ്മുടെ കൈകൾ. അത് മാത്രമല്ല, ഇനിയും നമുക്ക് പല കൊട്ടേഷനുകളും എടുത്തുദ്ധരിക്കാൻ കഴിയും. അവർ കോട്ട് ചെയ്തിരുന്ന പുസ്തകങ്ങൾ. ഞാൻ പറയുന്നത് ഈ ക്രൈസ്തവരുടെ ഒരുപാട് നമുക്കറിയാം. ഇതിൽ വെച്ചിട്ട് ഇന്നത്തെ നിങ്ങളുടെ വിശ്വാസവുമായി നിലനിൽക്കുന്ന ഗ്രന്ഥങ്ങൾ മാത്രം സ്വീകരിക്കുകയും അതല്ലാത്ത ഒരുപാട് പുസ്തകങ്ങൾ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. അതും നമുക്കറിയുന്ന കാര്യമാണ്. അപ്പൊ ഏതെല്ലാം പുസ്തകങ്ങൾ ഏതെല്ലാം കാലഘട്ടം വരെ നിലനിന്നിരുന്നു, ഇന്നും ഭർണ്ണബാസിന്റെ സുവിശേഷങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ പല സുവിശേഷങ്ങളും നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. എനിക്ക് അത്ര ആധികാരികമായിട്ടൊന്നും അറിയില്ല. ഞാൻ എന്താണ് ഈ തെളിവ് ധരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന പുസ്തകങ്ങളല്ലാത്ത പല പുസ്തകങ്ങളെയും പുതിയ ഗ്രന്ഥകർത്താക്കള് ആധികാരിക ഗ്രന്ഥമായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് നമ്മുടെ കൈകളിൽ ഇല്ല എന്നുള്ളതിന് ഒരു തെളിവ് പറഞ്ഞെന്നാണ് ഞാൻ. അപ്പൊ അത്രയും ആധികാരികത ഈ ഗ്രന്ഥങ്ങൾക്കുള്ളൂ എന്ന് പറയാൻ ഞാൻ പറഞ്ഞതാണ്. ശരി, ഞാൻ വിട്ടു. ഓക്കെ ഓക്കെ. ഇനി ഒരു കാര്യം പറയാം. ലത്തീഫ് ബ്രദർ എന്തായാലും സമ്മതിച്ചതിന് താങ്ക് യു. എന്ത് 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലുണ്ടായിരുന്ന പുസ്തകം ശരിയാണ് എന്ന് താങ്കൾ സമ്മതിച്ചതിന് നന്ദി. 7-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കയ്യിലുണ്ടായിരുന്ന പുസ്തകം ശരിയാണെങ്കിൽ ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം ശരിയാണ്. എന്തുകൊണ്ട്? ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം പോകുന്നത് 15-ാം നൂറ്റാണ്ടിലേക്കും 10-ാം നൂറ്റാണ്ടിലേക്കും 7-ാം നൂറ്റാണ്ടിലേക്കും, അതായത് മുഹമ്മദ് മാനുസ്ക്രിപ്റ്റ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റുകൾ മാത്രം 5700-ൽ പരം മാനുസ്ക്രിപ്റ്റുകൾ ന്യൂ ടെസ്റ്റ്മെന്റിന് അവൈലബിൾ ആണ്. ഓക്കെ, എല്ലാ ലാംഗ്വേജും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 25,000. ഇത് ബ്രദറെ ഇസ്ലാം പോലെ അല്ല, മനസ്സിലാവുന്നുണ്ടോ? 25,000-ൽ പരം മാനുസ്ക്രിപ്റ്റുകൾ അവൈലബിൾ ആണ്. ഇന്ന് ക്രൈസ്തവരുടെ കൈകളിലുള്ള പുസ്തകം ക്രോസ് ചെക്ക് ചെയ്യാവുന്നത് 7-ാം നൂറ്റാണ്ടിലുള്ള ക്രൈസ്തവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകമായിട്ടല്ല, അതിലും മുമ്പുണ്ടായിരുന്ന പുസ്തകത്തിലോട്ട് കോറിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ 7-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട കാര്യേ ഇല്ല. കണ്ണടച്ച് ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം വിശ്വസിക്കാം. എന്തുകൊണ്ട്? 7-ാം നൂറ്റാണ്ടിലുള്ള പുസ്തകവും ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകവും അത് അതിന്റെ റൂട്ട്സ് പോകുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ പോകുന്നത് അതിലും മുമ്പുള്ള നൂറ്റാണ്ടുകളിലേക്കാണ്. പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, മാനുസ്ക്രിപ്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏകദേശം 3-ാം നൂറ്റാണ്ട് മുതലുള്ള മാനുസ്ക്രിപ്റ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, പ്രത്യേകിച്ച് പാപ്പറസിന്റെ കോപ്പീസും പലതുണ്ട്. ഞാൻ ആ ഒരു ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ലത്തീഫ് ഇത്രയും മനസ്സിലാക്കുക, ഇന്ന് ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം മുഹമ്മദിനു മുമ്പേ ഉള്ള കാലഘട്ടത്തിലേക്ക് 1, 10, 50, 100, 150 അല്ല, 200 അല്ല, അതിലും മുമ്പത്തെ സമയത്തേക്ക് അത് എത്തിപ്പറ്റുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു ഹാവ് നോ റീസൺ
ഇല്ല എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഖുറാനെ തള്ളിക്കളയുന്നു. കാരണം ഖുറാൻ പറയുന്നു ക്രൈസ്തവരുടെ കയ്യിലുള്ള പുസ്തകം ശരിയാണെന്ന്. ഏത് പുസ്തകം? 7-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പുസ്തകം. 7-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന പുസ്തകം ശരിയാണെങ്കിൽ ഇന്നുള്ള പുസ്തകവും ശരിയാണ്. അതല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലത്തീഫെ തന്റെ ഉണ്ടെങ്കിൽ തെളിയിക്കുക. ഞാൻ വെല്ലുവിളിക്കാം. വെല്ലുവിളി ഏറ്റെടുത്തോളൂ. അതല്ലെങ്കിൽ പിന്നെ ബൈ ബൈ. അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞാൽ മതി, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ മദ്രസയിൽ നിന്ന് ഇങ്ങനെയാണ് കേട്ട് വളർന്നത്, അത് ഞാൻ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ പിന്നെ താങ്കളോട് ഞങ്ങൾ ആ ബാധ്യത വെക്കത്തില്ല. താങ്കൾ കേട്ട് താങ്കൾ പറഞ്ഞു, അതല്ല താങ്കൾ അതിനെക്കുറിച്ച് ഒരു പ്രത്യേക പഠനമൊന്നും നടത്തിയിട്ടില്ല. ഓക്കെ, നമ്മളങ്ങ് സമ്മതിച്ചു വിടാം. എന്തോ ചെയ്യാനാ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെ അങ്ങനെയല്ലേ മദ്രസ ഉസ്താദ്മാർ പഠിപ്പിച്ചു വെച്ചേക്കണേ. നിങ്ങളെ റീസൺ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല, നിങ്ങളെ ക്രോസ് ചെക്ക് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല, ഈ പറയണത് ശരിയാണോ എന്ന് നിങ്ങളെ കുറിച്ച് ചിന്തിപ്പിച്ചിട്ടില്ല. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങളുടെ മതത്തിന്റെ കുഴപ്പമാണ്. 2, നിങ്ങളുടെ പുസ്തകത്തിന്റെ കുഴപ്പമാണ്. 3, മുഹമ്മദിന്റെ കുഴപ്പമാണ്. 4, നിങ്ങളുടെ പണ്ഡിതന്മാരുടെ കുഴപ്പമാണ്. സകലത്തിലും ഉപരി നിങ്ങൾ ചിന്തിക്കത്തില്ല, ഞങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളുടെ ചിന്താശേഷിയെ ഉപയോഗപ്പെടുത്തില്ല എന്നുള്ള നിങ്ങളുടെ കടും വാശി, അത് 5ാമത്തെ തെറ്റ്. ഞാൻ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി അതല്ല, താങ്കൾ പറയാണ് ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിന്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകവുമായിട്ട് ഒന്ന് ബന്ധമില്ല എന്ന് വെക്കിപ്പ് താങ്കൾക്ക് റിപ്പീറ്റ് തെളിയിക്കാൻ ചെയ്യണേ പറ്റിയാൽ, താങ്കൾക്ക് തെളിയിക്കാൻ പറ്റിയാൽ നമുക്ക് എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. രാവിലെ പണിയുള്ളത്. രക്കിപ്പിന് നിർത്താൻ തോന്നുന്നില്ല, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ, ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്, ഒന്ന് മ്യൂട്ട് ചെയ്യും. തെളിവ് അതിങ്ങനെ വെച്ച് കേട്ടോ, തെളിവ് പറഞ്ഞുകൊണ്ടിരിക്കലേ. വെച്ച്. ഉം. രക്കിപ്പ് ഒന്ന് മ്യൂട്ട് ചെയ്യും. അതായത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇന്നും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തിന് പിന്നെ അതില് ദൈവിക വചനങ്ങൾ ഉണ്ട് എന്നും അതില് പ്രവാചകന്മാരുടെ വചനങ്ങൾ ഉണ്ട് എന്ന് ഇന്നും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അന്ന് മാത്രല്ല, ഇന്നും അത് സത്യമാണ് എന്ന് കരുതുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങള്. നിങ്ങൾ എന്താ മുസ്ലിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയെന്ന് പോലും എനിക്കറിയില്ല. ഇന്നും അതില് ദൈവം നിയോഗിച്ച പ്രവാചകന്മാരുടെ വചനങ്ങളും അവർ പഠിപ്പിച്ച ദൈവിക വചനങ്ങളും അതില് മനുഷ്യന്റെ വചനങ്ങളും എല്ലാം കൂടി കൂടിച്ചേർന്ന് ഇത് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ ആളാണ് നിങ്ങള്. പിന്നെ മുസ്ലിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത് പോലെ പിന്നെ മുഹമ്മദ് നബി ഒരു അതുപോലത്തെ യേശുവിനെ കുറിച്ചോ മോശയെ കുറിച്ചോ പിന്നെ നോഹയെ കുറിച്ചോ പിന്നെ ഇതൊന്നും ഞങ്ങൾ അങ്ങനെ അവരൊന്നും കള്ളപ്രവാചകന്മാരാണെന്നൊന്നും കരുതുന്ന ആളുകളല്ല. അവരെല്ലാം ദൈവം നിയോഗിച്ച പ്രവാചകന്മാരാണ്. പക്ഷെ അവർ പഠിപ്പിച്ചതിൽ നിന്ന് ഭിന്നമായി അവരുടെ വചനങ്ങളും ദൈവിക വചനങ്ങളും മനുഷ്യന്റെ വചനങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെന്നാണ് ഇന്നും മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്. ഏത് കാലത്തും മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ അതിനപ്പുറത്തുള്ള ഒരു അധ്യാപനം ഒന്നും എവിടെയും മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 24 മണിക്കൂർ. ഞങ്ങൾക്കറിയാം അതിൽ ദൈവിക വചനങ്ങളുണ്ട്, അതില് പ്രവാചക വചനങ്ങളുണ്ട്, അതില് പിന്നെ മാനുഷിക വചനങ്ങളുണ്ട്, ഇസ്രായേലി പിന്നെ വംശീയത നിലനിൽക്കുന്ന വചനങ്ങളുണ്ട്, അവരുടെ മേൽക്കോയ്മ കയറ്റിക്കൂട്ടിയിട്ടുള്ള വചനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ് നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായി. അപ്പൊ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, ലത്തീഫ് ഖുറാനിൽ വിശ്വസിക്കുന്നില്ല. കാരണം ഖുറാനിൽ പറയുന്നത് ലത്തീഫ് പറഞ്ഞ പോലെയല്ല. ലത്തീഫ് പറഞ്ഞത് നിങ്ങളുടെ കൈകളിലിരിക്കുന്ന പുസ്തകത്തിൽ അള്ളാഹുവിന്റെ വചനങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനവും ഉണ്ട്, അത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് അങ്ങ് കിടക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ ഖുറാൻ പറയുന്നത് ക്രൈസ്തവരുടെ കൈകളിലുള്ള പുസ്തകം വേദഗ്രന്ഥമാണ്. മനസ്സിലാവുന്നുണ്ടോ? ലത്തീഫ് എന്താ പറയുന്നത്? അതിൽ വേദങ്ങളും ഉണ്ട്. ഖുറാൻ പറയുന്നു അത് വേദമാണ്. പക്ഷേ ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പൊ ഇന്ന് ഞാന് നമ്മുടെ ആരിഫ് ഹുസൈന്റെ ഒരു വീഡിയോ കാണുമായിരുന്നു. അതിനകത്ത് ഒരു സഹോദരി ഫോൺ ചെയ്തേച്ച് പറയുന്നുണ്ട്, മുസ്ലിമാണ്, പക്ഷെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തീർത്ത് പറയാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇസ്ലാമിൽ വിശ്വസിക്കാത്ത മുസ്ലിങ്ങളാണ് ഇപ്പൊ അധികം പേരും, അല്ലെങ്കിൽ ഖുറാനിൽ വിശ്വസിക്കാത്ത മുസ്ലിങ്ങളാണ് ഇപ്പൊ ഒരു നല്ലൊരു പറ്റവും. താങ്കളും അങ്ങനെ ആയിരിക്കാം, ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല. അപ്പോ ഖുറാൻ പറയുന്നു ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലിരിക്കുന്ന പുസ്തകം വേദഗ്രന്ഥമാണെന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ താങ്കൾ എന്താ പറയുന്നത്? അല്ല, അതിൽ വേദങ്ങളും ഉണ്ട്. എങ്ങനെയുണ്ട്? അള്ളാഹുവിന് ശശിയാക്കുന്ന പണിയുണ്ടോ നിങ്ങൾ വിചാരിക്കും ഇത് ഞങ്ങൾ തിരിച്ചറിയത്തില്ല, ഞങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല എന്ന്. എന്റെ ലത്തീഫെ, നിങ്ങൾ ഖുറാൻ ഒരു മുസ്ലിം ആണെങ്കിൽ ഖുറാനിൽ വിശ്വസിക്കുക. ഖുറാനിൽ പറയുന്നത്
ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ വേദങ്ങളും ഉണ്ട് എന്നല്ല, അതാണ് വേദം. അതാണ് വേദം. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അവരുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥത്തെ ശരിവെച്ചുകൊണ്ട്, അല്ലാതെ ഗ്രന്ഥത്തിലെ പകുതി ഭാഗത്തെ ശരിവെച്ചുകൊണ്ടെന്നോ അല്ലെങ്കിൽ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ള കുറച്ച് വചനങ്ങളെ ശരിവെച്ചുകൊണ്ടെന്നോ ഒന്നും അല്ല. അവരുടെ കയ്യിൽ എന്തുണ്ടോ അത് ശരിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ലത്തീഫിനോട് പറയാണ്, ലത്തീഫ് അധിക അഭ്യാസത്തിനൊന്നും പോണ്ട, ഞാൻ പറഞ്ഞതാ ശരി. ഏത്? ഈ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കയ്യിലുള്ള പുസ്തകം ശരിയാ. നിങ്ങൾ മുസ്ലിങ്ങൾ കൂടുതൽ അഭ്യാസമൊന്നും കാണിച്ച് അള്ളാഹുവിനെ വെറുതെ ശശിയാക്കാൻ നോക്കണ്ട. അതിൽ വേദഗ്രന്ഥങ്ങളുണ്ട്, അതിലുള്ള പ്രോഫറ്റ്സിനെ ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അതൊന്നും അല്ലെന്നേ, അതൊന്നും അല്ല. ഈ ഖുറാനിലേക്ക് ആകെ ഒരു 24, മുഹമ്മദിനെ കൂടാതെ 24 ഈ പ്രവാചകന്മാരെ കിട്ടിയത് തന്നെ ഈ പുസ്തകത്തിൽ നിന്നാ എന്നാണ് അള്ളാഹു പറയുന്നത്. എടാ, ഉള്ളതിനെ ഇരിക്കുന്ന കൊമ്പ് വെറുതെ വെട്ടണോ? അതിന്റെ ആവശ്യമില്ല. അത് വേദഗ്രന്ഥമാണെന്ന് ഞാൻ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ അക്ഷരത്തെറ്റില്ലാതെ അങ്ങ് സമ്മതിച്ചു കൊടുക്ക്. നീ എന്തിനാ എന്റെ പുസ്തകത്തിൽ മാറ്റം വരുത്താൻ പോകുന്നേ? അതിന്റെ വള്ളിക്കും പുള്ളിക്കും കുത്തിനും കോമയ്ക്കും മുസ്ലിങ്ങൾ മാറ്റം വരുത്തേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് അള്ളാഹു നിങ്ങൾക്ക് സാരോപദേശം തരുന്നു. നിങ്ങൾ വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി. എനിക്കറിയാം, സ്വീകരിച്ചാൽ ഇസ്ലാം താഴ്ത്തോട്ട് പോകും, സ്വീകരിച്ചില്ലെങ്കിലും ഇസ്ലാം താഴ്ത്തോട്ട് പോകും. നിങ്ങൾ രണ്ടിനാലും ഞരങ്ങുന്നു. അപ്പോ സ്വീകരിച്ചാലും ഇസ്ലാം താഴ്ത്തോട്ട് പോകും, സ്വീകരിച്ചില്ലെങ്കിലും ഇസ്ലാം താഴ്ത്തോട്ട് പോകും. എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥവും ശരിയല്ല, എന്നാ പിന്നെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥവും ശരിയല്ല എന്ന് പറഞ്ഞേച്ച് താഴ്ത്തോട്ട് പോകുന്നതല്ലേ അതിന്റെ ഒരു സുഖം എന്നുള്ള രീതിയിലാണ് താങ്കൾ പറയുന്നതെന്ന് എനിക്കറിയാം. കൊച്ചുകള്ള, നടക്കട്ടെ പരിപാടി. പക്ഷെ ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ, ഞാൻ തരാൻ എക്കിപ്പ് വേണമെന്നുണ്ടെങ്കിൽ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. അല്ല, വാക്യങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോ. എക്കിപ്പിന് ഒരു മിനിറ്റ് അല്ലല്ല, എക്കിപ്പ് പറഞ്ഞു ഞാൻ നിർത്തില്ലെന്ന് വാക്യങ്ങൾ തരാം. എനിക്കറിയാം. ഒരു എക്കിപ്പിന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് അല്ല, പറഞ്ഞു തീർക്കട്ടെ. അങ്ങനെയല്ല നിങ്ങൾ എക്കിപ്പ്, പറഞ്ഞപ്പോ ഞാൻ എക്കിപ്പ് കേട്ടിരുന്നില്ലേ? പറഞ്ഞു നിർത്തില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കറിയാം. അതാണ് ഞാൻ ഇടപെടുന്നത് ലാസ്റ്റ്. നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിരുന്നില്ല. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. അടുത്ത 30 സെക്കൻഡ് മതി. ഇത്രയേ ഉള്ളൂ. ലത്തീഫ് എന്നോട് ചോദിക്ക്, ഖുറാനിൽ എവിടെയാണ് മുൻ വേദങ്ങൾ ശരിയാണ്, അല്ലെങ്കിൽ ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിലിരിക്കുന്ന ഗ്രന്ഥം ശരിയാണ്, ഗ്രന്ഥത്തിലുള്ളത് ചിലത് ശരിയാണെന്നല്ല, ഗ്രന്ഥം ശരിയാണ് എന്ന് എവിടെയാണ് എക്യുപ്പേ എഴുതിയിരിക്കുന്നത് എന്ന് അബ്ദുള്ള് അടുത്ത ചോദ്യമായിട്ട് എന്നോട് ചോദിക്ക്. എന്നിട്ട് ഒരു പെൻസിലും ഒരു പേനയും, അല്ലെങ്കിൽ ഒരു പേനയും ഒരു പേപ്പറും എടുത്തു വെച്ചോ, ഞാൻ തരാം. ഓക്കെ? അതല്ലെങ്കിൽ നിങ്ങൾ പറ, അതല്ലെങ്കിൽ ഞാൻ ചോദിക്കാം, എവിടെയാണ് ലത്തീഫേ മുൻ വേദങ്ങളിൽ ചിലത് ശരിയാണ് ചിലത് തെറ്റാണ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്യം? ഞാൻ നിങ്ങൾക്ക് 5 എണ്ണം തരാം, എനിക്ക് 5 എണ്ണം വേണ്ട, തിരിച്ചെനിക്ക് ഒരെണ്ണം മതി. തോറയിലും ഇഞ്ചിയിലും കുറെ കാര്യങ്ങളൊക്കെ മാറ്റപ്പെട്ടു, എന്നാൽ മാറ്റപ്പെടാത്തതും അതിൽ ചിലതുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം. ഒന്നില് എന്റെ ചോദ്യത്തിന് ഉത്തരം എന്താ, അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്ക് എവിടെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ തരാം. മൈക്ക് എടുത്തോ. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് ഇടപെടുന്ന വെച്ച് കഴിഞ്ഞാല് എക്കിപ്പ് സംസാരിച്ചിട്ട് എക്കിപ്പിന് നിർത്താൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ്. കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് ഞാൻ അതിൽ ഇടപെട്ടിട്ട് എക്കിപ്പിന് വെറുതെ തന്നെ നമ്മൾ സമയം വേസ്റ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ നിങ്ങളുടെ കയ്യിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് നിങ്ങൾ പറയുന്നത് പോലെ മുഹമ്മദ് നബിയും ഖുർആാനും ഒന്നും തന്നെ കളവാണ് എന്നല്ല ഞങ്ങൾ കരുതുന്നത്, സത്യമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. യേശുവും മോശയും അവർക്ക് ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്. അവരുടെ കൈകളിലുള്ള ഗ്രന്ഥങ്ങളിൽ അതുണ്ട്, അത് സത്യമാണ്, കള്ളമല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് പറയുന്നത് നിങ്ങൾ പറയുന്നത് ഒരു കള്ള പ്രവാചകനും കള്ള പുസ്തകം എന്നൊന്നല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ചോദിച്ചത് എന്നോട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാൻ പറയുന്നുണ്ട്, വേദക്കാരെ നിങ്ങൾ എങ്ങനെയാണ് അത് പിന്നെ ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ വഅൻതും തഅലമൂൻ. അത് എടുത്ത് ഞാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എടുക്കണം, എനിക്ക് അറിയാവുന്ന വചനം. എന്ത് വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുന്നത്? നിങ്ങൾ എന്തിനാണ് അറിഞ്ഞുകൊണ്ട് സത്യത്തെ മൂടി വെക്കുന്നത്? വേദക്കാരോട് പറയുന്നതാണ്, ഖുറാൻ ചോദിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കി അത് ദൈവത്തിൽ നിന്ന് ഉള്ളതാണ് എന്ന് പറഞ്ഞവർക്ക് നാശം. അവർ അത് എഴുതിയ വകയിലും അതിൽ നിന്ന് സമ്പാദിച്ച വകയിലും അവർക്ക് നാശമുണ്ട്. ഇതും വേദക്കാരെ കുറിച്ച് ഖുറാൻ പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്
സത്യമല്ല എന്നും ഇത് മുഴുവൻ കളവാണ് എന്നും ഒരിക്കലും മുസ്ലിങ്ങൾ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഖുറാൻ വരുന്നത്. ഈ പ്രവാചകന്മാരെയും അവർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവരൊക്കെ ഏതോ ഒരു പിന്നെ ഇതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്നല്ല. മോശയും യേശുവും അടക്കമുള്ള പ്രവാചകന്മാരെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് സത്യപ്പെടുത്താണ്. പക്ഷെ എന്താണ് ഖുറാൻ പറയുന്നത്? അവരുടെ ഇന്ന് നമ്മുടെ കൈകളിൽ ഉള്ള ഗ്രന്ഥം നിങ്ങൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, മോശയ്ക്ക് ദൈവം അവതരിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ന്യായപ്രമാണം, അതില് ഈ പഞ്ചപുസ്തകങ്ങളിൽ ഇന്ന് അത് മോശ എഴുതിയതാണെന്നോ മോശയ്ക്ക് അവതരിപ്പിച്ചതാണ് എന്നോ നിങ്ങൾക്ക് പറയാൻ കഴിയൂ? പറയാൻ കഴിയില്ല. അതിന്റെ ശൈലി അങ്ങനെ. യേശു പ്രസംഗിച്ച ദൈവത്തിന്റെ സുവിശേഷമുണ്ട്. ഖുറാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല? ഒരു മിനിറ്റ്. ലത്തീഫെ കേൾക്കുന്നുണ്ട്, പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഓക്കെ താങ്കൾ ഓക്കെ വെറുതെ ഓക്കെ റിപ്പീറ്റ് ഓക്കെ ചെയ്യാം. ഓക്കെ താങ്കൾ വെറുതെ ഒരു മിനിറ്റ് നല്ലതുപോലെ ഒരു മിനിറ്റ് കിഴി ഞാനിത് കൊണ്ടുവന്നതാണ്. ചോദിക്കാൻ തന്നെ അല്ലല്ല കിഴി കൊണ്ടുവന്നതാണ്. ആ കിഴിക്കാണ് പിന്നെ എക്യുപ്പതിനെ ഓക്കെ തിരിച്ചു കിഴി വെച്ചത്. ഓക്കെ ഓക്കെ അതിന് ഓക്കെ ഓക്കെ മറുപടി ഓക്കെ പറയും. ഞാൻ കേട്ടു ഞാൻ അല്ല, കേട്ടു ഞാൻ പുള്ളി കേട്ടു ഞാൻ അല്ല ചോദ്യത്തിന് കേട്ടു ഞാൻ മാത്രം കേട്ടു. മറുപടി പറയില്ല, ബാക്കി എല്ലാം ചോദിച്ചത് പറയും. തിരികെ എക്യുപ്പ പോകും. ചോദ്യത്തിന് പറയത്തില്ല. എനിക്ക് ഞാനൊന്ന് എക്യുപ്പിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ട് പെട്ടെന്ന്. കേൾക്കുന്നുണ്ടോ? അബ്ദുൽ ലത്തീഫ്, ഒരു സെക്കൻഡ്, എനിക്ക് എക്യുപ്പിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എക്യുപ്പ ഇന്നുള്ള ഈ ഖുറാൻ അള്ളാഹു കൊടുത്തതാണ്, അള്ളാഹു ഇറക്കി കൊടുത്തതാണ് എന്തെങ്കിലും തെളിവുണ്ടോ? അതും കൂടെ ഒന്ന് ചോദിക്കണേ. പുള്ളി നമ്മൾ ചോദിച്ച ചോദ്യത്തിന് തൊടൂന്ന് അലന് തോന്നുന്നുണ്ടോ? അത്ര ആംബിയറുള്ള ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ? നമ്മള് ചോദിക്കുന്ന ചോദ്യത്തിന് ഇപ്പോ ലൈവ് ഞാൻ ഉദാഹരണമാണ് ഇത് ഇവിടെ നിങ്ങളോടൊന്ന് കാണുന്നത്. ഞാൻ അദ്ദേഹത്തോട് കേൾക്കുന്നുണ്ടോ എന്ന് 2 ചോദ്യം ചോദിച്ചതിന് ചോദിച്ചു. ഇപ്പൊ എന്താ ഞാൻ 2 ചോദ്യം ചോദിച്ചു. ഖുറാനിൽ നിന്ന് മുൻ വാക്യം എനിക്ക് തരൂ, അതല്ലെങ്കിൽ മുൻ വേദങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ വാക്യം ഞാൻ തരാം. നിങ്ങൾ എനിക്ക് ഒരെണ്ണം തന്നാ മതി. മറിച്ച് ഞാൻ നിങ്ങൾക്ക് 5 എണ്ണോ 6 എണ്ണോ 7 എണ്ണോ അതിലും കൂടുതൽ വേണോ? അതിലും കൂടുതൽ തരാം. ആ ഭാഗം ലത്തീഫ് തൊടുന്നുണ്ടോ? തൊടുന്നില്ല. പിന്നെ പുള്ളിക്കാരൻ പറയുന്ന ഒരു വാക്യം ഏതാ? വാക്യം ഞാനൊന്ന് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചോളൂ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇതിലൊക്കെ കൂടി ഇടപെട്ടിട്ട് ആകെ കുഴപ്പാക്കി? അത് കുഴപ്പമാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് നമ്മൾ ചോദിച്ചത്, ചോദിച്ചതിന് ഉത്തരം കിട്ടണ്ടേ? നിങ്ങളിപ്പോ നമ്മളൊരു ഇതിന്റെ ചോദ്യം ഇടയിൽ ചോദിച്ചു, 5-6 അതിന്റെ ആൾക്കാരും ഉത്തരത്തിന് വേണ്ടി കൂടിയിട്ട് അങ്ങ് കയറി വെയിറ്റ് വന്നു. ചെയ്യണമല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ തുടരില്ലേ? നിങ്ങളിപ്പോ എന്തിനാ ഇടയിൽ കയറിയിട്ട് ഇതെല്ലാം കുഴപ്പമാക്കിപ്പോ? ശരി, ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങക്ക് എന്താ പറഞ്ഞു വന്നത്? ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ പിന്നെ ഈ വചനങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കുക? പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ അത്തരം അവരുടെ ഗ്രന്ഥങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയരുത്. അതിൽ പ്രവാചക വചനങ്ങളുണ്ട്, അതിൽ ദൈവിക വചനങ്ങളുണ്ട്, അതിൽ മനുഷ്യന്റെയും വചനങ്ങളുണ്ട്. അതായത് ഖുർആൻ അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ്. അഥവാ നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രവാചകന്മാരെന്ന് നിങ്ങൾ പറയുന്ന കള്ളന്മാർ അവതരിപ്പിച്ചതാണ് എന്നല്ല മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത്. അവർക്ക് ദൈവത്തിൽ നിന്നുള്ള പ്രവാചകന്മാർ തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഖുറാനെ കുറിച്ചും മുഹമ്മദ് നബിയെ കുറിച്ചും എന്താ മനസ്സിലാക്കുന്നത് എന്ന് നിങ്ങളൊന്ന് അങ്ങോട്ട് എടുത്താൽ മതി. അതിനെ സത്യപ്പെടുത്തുക എന്ന് ഖുറാൻ പറയുന്നത് എന്താണെന്ന് എക്കിപ്പിന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഇത് കള്ളന്മാരല്ല. ഇവരുടെ കൈകളിൽ ദൈവത്തിൽ നിന്ന് വന്ന ഗ്രന്ഥങ്ങളുണ്ട്. അത് പിൽക്കാലഘട്ടങ്ങളിൽ അത് സ്വാഭാവികമാണ്. അത് അവരിലേക്ക് മാത്രം, ഇസ്രായേലിലേക്ക് മാത്രം ഉണ്ടായിരുന്ന ദൗത്യമായിട്ട് വന്ന ആളുകളുടേതാണ്. യേശു പറയുന്നത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളിലേക്കല്ലാതെ എന്നെ നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് യേശു പറയുന്നത്. അത് അവരിൽ പരിമിതമായിരുന്നു. ഇതെല്ലാം നമുക്ക് ഖുറാൻ പറഞ്ഞു തരുന്ന കാര്യമാണ്. അത് യേശുവും പറയുന്ന കാര്യമാണ്. അപ്പൊ ഇതില് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇതിന്റെ പിന്നിൽ കൂടിയിട്ട് വെറുതെ തർക്കം നടത്തിയിട്ട് സമയം കളയേണ്ടതില്ല. യേശു പറയുന്നതിനെ എടുക്കുക. അത് ആ ബൈബിളിന്റെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ നിങ്ങൾക്ക് കാണാം. അതില് പിന്നെ ഇവരോട് പറയും, എന്താണ്, അപ്പോസ്തലന്മാരോട് യേശു പറയും, നിങ്ങൾ ശമര്യക്കാരുടെ അടുത്ത് പോകാതെയും പിന്നെ വിജാതീയരുടെ പട്ടണങ്ങളിൽ പോകാതെയും നിങ്ങൾ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളിലേക്ക് മാത്രം പോകുക. യേശു ആ ജീവിതകാലത്ത് മുഴുവൻ ഇസ്രായേലിയരോട് പ്രബോധനം ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിന് കോൺട്രഡിക്ഷൻ ആയിട്ട് ലാസ്റ്റ് യേശുവിന്റെ ഒരു വചനം കൂടി കാണാം. നിങ്ങൾ എന്തൊക്കെയാ പോകൂ എന്ന് ലത്തീഫ് പറയുന്ന ഒരു വചനം. പറയുന്നത്? അത് ബൈബിളിന്റെ ഒരു ശൈലിയാണ്. ഒരു മിനിറ്റ്. അപ്പൊ അല്ല എന്താ ലത്തീഫ്, സംഭവം എന്ന് ഞാൻ വെച്ച് എന്താ കഴിഞ്ഞാൽ, ആ ചോദിച്ചേ? ബൈബിൾ എന്റെ ചോദ്യം ഒന്ന് അങ്ങനെയാണ് പറഞ്ഞേ. സുഹൃത്തേക്ക്. അല്ല, എന്റെ ചോദ്യം എന്തായിരുന്നു? എന്റെ ചോദ്യം എന്തായിരുന്നു? നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ 2 വചനങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ ചോദിച്ചത് ഖുറാനിൽ ഉണ്ടോ എന്നാണ്. ഉണ്ട്. എന്താണ് നിങ്ങൾ ആ എന്തിനാണ് വാക്യം ഒന്ന് വേദക്കാരെ ആ വാക്യം ഒന്ന് ആ വായിച്ചേ. ആ വാക്യം ഒന്ന് ആ വായിച്ചേ. വ- ആ-
വേദക്കാരെ നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുന്നത്? ആ എന്തിനാണ് ആ നിങ്ങൾ വാക്യം ഒന്ന് വായിക്കേ, അറിഞ്ഞുകൊണ്ട്? ആ വാക്യം ഒന്ന് വായിക്കും, ആ വാക്യം ഒന്ന് ആ വായിച്ചേ. വാക്യാണ് ഞാൻ വായിക്കുന്നത്. അത് എവിടെയാണെന്ന് എടുക്കാൻ എനിക്ക് നമ്പർ ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് എനിക്ക് അറിയുന്ന ഒരു വചനമാണ്. ആ എനിക്ക് എന്നാ ഒരു അറിയുന്ന ഒരു പണി ചെയ്യോ, വചനമാണ് അത്. അത് എടുക്കണം. ഞാൻ എടുത്തുതരാം, ഒരു ഞാൻ മിനിറ്റ്, ഒരു എടുത്തുതരാം, മിനിറ്റ്, ഞാൻ പറയട്ടെ. ഞാൻ ആ എടുത്തുതരാം. അടുത്ത എടുത്തിട്ട് വാക്യം പറഞ്ഞു. വായിച്ചോളൂ. ആ രണ്ടാമത്തെ ഞാൻ രണ്ടാമത്തെ ഒരു വചനമുണ്ട്. പിന്നെ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കി അത് ദൈവത്തിൽ നിന്ന് ഉള്ളതാണ് എന്ന് പറഞ്ഞവർക്ക് നാശം. അവർ എഴുതിയ വകയിലും അവർ സമ്പാദിച്ച വകയിലും എന്ന് എന്നൊരു വചനമുണ്ട്. അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇത് പറഞ്ഞുതരാം, രണ്ടും ഞാൻ പറഞ്ഞുതരാം, ഞാൻ എടുത്തു പറഞ്ഞുതരാം. എടുത്തു വായിച്ചു. രണ്ടാമത്തെ സൂറ 79 ആയത്ത് വായിച്ചോ, എടുത്തു വായിച്ചോ. രണ്ടാമത്തെ സൂറ വായിച്ചോ, 79. എനിക്കത് വായിക്കേണ്ട കാര്യമില്ല. ഞാനല്ലേ വായിച്ചത്. എനിക്കറിയണ അതാണ്. എന്താണ് ഇപ്പൊ അതിൽ എക്യൂപ്പിന് ഉള്ളതെന്ന് എക്യൂപ്പ് പറഞ്ഞ വായിച്ചിട്ട്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം പറഞ്ഞ ആ, വാക്യത്തിന്റെ വേഴ്സും കൂടെ പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞത് 3:71. ഇത് രണ്ടും ഞാൻ താങ്കൾക്ക് വായിച്ചു തരാം. അപ്പൊ പിന്നെ താങ്കൾക്ക് ആ കാര്യം മനസ്സിലാവും. താങ്കൾ പറയുന്നത് പോലെയല്ല, മറിച്ച് ഞാൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് ഞാൻ വായിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞത് വായിക്കാം. ഓക്കെ, 2:79. ഇത് ആരെങ്കിലും കയ്യിൽ ഖുറാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക. ഞാൻ വെറുതെ വായിക്കുന്നതാണോ എന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അബ്ദുൾ ലത്തീഫ് എടുക്കുക. അബ്ദുൾ ലത്തീഫിന്റെ കയ്യിലും ഖുറാൻ ഉണ്ടെങ്കിൽ ഈ ഖുറാൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ വായിക്കുന്നത് പോലെയാണോ അതോ എക്യുപ്പ് വെറുതെ കളവ് പറയണാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഞാൻ പറയുന്നത് ഇവിടെ ഈ 79-ാമത്തെ വാക്യത്തില് മുൻ വേദങ്ങളെ കുറിച്ച് പരാമർശമേയില്ല, അല്ലെങ്കിൽ തൗറാത്തിനെ കുറിച്ചോ ഇഞ്ചീലിനെ കുറിച്ചോ ഇവിടെ പറയുന്നില്ല. ഞാൻ വായിക്കാൻ എന്തായാലും. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും, ഓക്കെ, അപ്പൊ ഏത് ഗ്രന്ഥത്തെ കുറിച്ചാണ് പറയുന്നത്? സ്വന്തം കൈകൾ കൊണ്ട് എഴുതി ഉണ്ടാക്കുന്ന ഗ്രന്ഥത്തെ കുറിച്ച്. അതല്ലാതെ ഖുറാനെ കുറിച്ചോ തോറയെ കുറിച്ചോ ഇഞ്ചീലിനെ കുറിച്ചോ അല്ല ഇവിടെ പരാമർശം. ആരെങ്കിലും സ്വന്തം കൈകൾ കൊണ്ട് ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും ഒന്ന്, എന്നിട്ട് അത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം. ഓക്കെ, ഇനി അത് മൊത്തം വായിക്കാം. അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാകുന്നു അവർ അത് ചെയ്യുന്നത്. അവരുടെ കൈകൾ എഴുതിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം. ഓക്കെ, ഞാൻ മറ്റുള്ളവരോടൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതിനകത്ത് വിജു പാസ്റ്ററെ, അച്ചങ്കുഞ്ചായ, യാസോൾജ് ബ്രദറെ, അലൻ, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ ഈ വായിച്ച വാക്യത്തില് തോറയെ കുറിച്ചും ഇഞ്ചീലിനെ കുറിച്ചും എന്തെങ്കിലും പറഞ്ഞതായിട്ട് ഈ വാക്യത്തില്, അതായത് ലത്തീഫ് നമുക്ക് തന്ന ഈ വാക്യത്തിൽ നിങ്ങൾ കേട്ടോ? തോറയും ഇഞ്ചിയിലും കൈകടത്തിയെന്നോ തിരുത്തപ്പെട്ടു എന്നോ എന്തെങ്കിലും ഈ വാക്യത്തിൽ, അതല്ലെങ്കിൽ ഓഡിയൻസിൽ ഇരിക്കുന്ന ആരെങ്കിലും കേട്ടോ ഈ വാക്യം? ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കുകയും എന്നിട്ട് അത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം. ഇതിനകത്ത് എവിടെയെങ്കിലും തോറാന്നോ ഇഞ്ചിയിലെന്നോ നിങ്ങൾ കേട്ടോ? കേട്ടില്ല. പിന്നെ എന്താ ഇവിടെ പറയുന്നത്? ആരെങ്കിലും ഒരു ഗ്രന്ഥം എഴുതി ഉണ്ടാക്കി എന്നിട്ട് പറയാണ് അത് അള്ളാഹുവിൽ നിന്നാണ്, അവർക്ക് നാശം. ഇതിപ്പോ ഞാൻ സമ്മതിക്കുന്നതിന് നമുക്ക് എന്താണ് കുഴപ്പം? അതല്ലാതെ ഇതും ഇഞ്ചിയിലും തമ്മിൽ എന്താ ബന്ധം? ഇതും ഇഞ്ചിയിലും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് ഞാൻ പറയുന്നതല്ല, ഖുറാനിൽ വേറെ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ഞാൻ ലത്തീഫിനോട് പറഞ്ഞല്ലോ, ലത്തീഫ് എന്നോട് ചോദിക്ക്, ക്രൈസ്തവരുടെയും യഹൂദരുടെയും കൈകളിൽ ഇരിക്കുന്ന ഗ്രന്ഥം ശരിയുണ്ട്, ഗ്രന്ഥത്തിൽ ശരിയുണ്ടെന്നല്ല, ശ്രദ്ധിക്കുക, ഗ്രന്ഥത്തിൽ ശരിയുണ്ടെന്നല്ല, അവരുടെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം ശരിയാണ് എന്ന് ഖുറാൻ പറഞ്ഞിരിക്കുന്ന വാക്യം ഞാൻ ലത്തീഫിന് തരാം. താങ്കൾ എന്നോട് ചോദിക്ക്. ഇനി നിങ്ങൾ കൊണ്ടുവന്ന വാക്യം തന്നെ ഞാനാ നിങ്ങൾക്ക് തന്നെ, അപ്പൊ പിന്നെ ഞാൻ പറയുന്ന വാക്യം ഞാൻ നിങ്ങൾക്ക് തരാതിരിക്കുവോ? ഒരിക്കലും തരാതിരിക്കത്തില്ല, ഞാൻ തരാം. ലത്തീഫ് വേണമെങ്കിൽ ചോദിച്ചോ, ഞാൻ തരാം. ഇനി താങ്കൾ പറഞ്ഞ അടുത്ത വാക്യം കൂടെ പരിശോധിക്കാൻ പോവാണ്. 3:71. അത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം വായിച്ച വാക്യത്തില് നമുക്ക് തോറേനെയും കിട്ടിയില്ല, ഇഞ്ചീലിനെയും കിട്ടിയില്ല. നിങ്ങളത് വ്യാഖ്യാനിച്ച് തോറയാക്കി ഇഞ്ചിയിലാക്കി. അതിപ്പോ ഞങ്ങൾ വ്യാഖ്യാനിച്ചത് വേണമെങ്കിൽ ഖുറാനാക്കി തരാം. നമ്മൾ നോക്കുന്ന എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്, എന്താണ് ലത്തീഫ് വിശ്വസിക്കുന്നതെന്നോ
അതൊന്നല്ല, ഖുറാൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതിന്റെ 70 തൊട്ട് വായിക്കാം. വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ തെളിവുകളിൽ അവിശ്വസിക്കുന്നത്? നിങ്ങൾ തന്നെ അവയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണല്ലോ. വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുകയും അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയും ചെയ്യുന്നത്? വേദക്കാരിൽ ഒരു വിഭാഗം സ്വന്തം അനുയായികളോട് ഈ വിശ്വാസികൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ പകലിന്റെ ആരംഭത്തിൽ നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുക, പകലിന്റെ അവസാനത്തിൽ നിങ്ങൾ അത് അവിശ്വസിക്കുകയും ചെയ്യുക. അത് അവർ വിശ്വാസികൾ അവർ വിശ്വാസികൾ പിന്മാറിയേക്കാം. ഇനി 73, നിങ്ങളുടെ മതത്തെ പിൻപറ്റിയവരെ അല്ലാതെ നിങ്ങൾ വിശ്വസിച്ചു പോകരുത്. നബിയെ പറയുക, ശരിയായ മാർഗദർശനം അള്ളാഹുവിന്റെ മാർഗദർശനം അത്രേ. വേദക്കാരായ നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ വേദഗ്രന്ഥം മറ്റാർക്കെങ്കിലും നൽകപ്പെടുമെന്നോ നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവരാരെങ്കിലും നിങ്ങളോട് ന്യായവാദം നടത്തുമെന്നോ നിങ്ങൾ വിശ്വസിക്കരുത് എന്നും ആ വേദക്കാർ പറഞ്ഞു. നബിയെ പറയുക, തീർച്ചയായും അനുഗ്രഹം അള്ളാഹുവിന്റെ കയ്യിലാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകുന്നു. അള്ളാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രത്യേക കരുണ കാണിക്കുന്നു. അള്ളാഹു മഹത്തായ അനുഗ്രഹം ചെയ്യുന്നവനാകുന്നു. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഒരു സ്വർണ്ണക്കൂമ്പാരം പോലെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പൊ ഇദ്ദേഹം തന്ന വാക്യം ഇതാണ് 72 ആ ശരി. വാക്യം ശരിക്കും തുടങ്ങുന്നത് ഒരു മിനിറ്റ് കഴിഞ്ഞ ഇല്ല, നിങ്ങള് ഒരു മിനിറ്റ് പറയാം. നിങ്ങൾ എടുത്ത് നോക്കിക്കോ, കുഴപ്പമില്ല. 70 തൊട്ട് നോക്കിയോ, 69 തൊട്ട് നോക്കിക്കോ. ഇതിനകത്ത് എനിക്ക് ഒരിക്കലും കുറച്ച് ഈ പറഞ്ഞ തിരക്കുണ്ടേക്ക് ഭാഗത്ത് ഞാൻ വായിച്ചോടത്തൊന്നും മുൻ വേദങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേദക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വേദക്കാർ സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുന്നു. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ സത്യം മറച്ചു വെക്കുന്നത്? ഇതാണ് അവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം. 71 പർട്ടിക്കുലർ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് സത്യത്തെ അസത്യവുമായി കൂട്ടിക്കലർത്തുകയും അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെക്കുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലത്തീഫ് ചെയ്യുന്ന പരിപാടി. അതായത് സത്യം എന്താണ് ഖുറാനിൽ എഴുതിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ തോറയും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടിട്ടില്ല, അങ്ങനെ എഴുതിയിട്ടില്ല എന്നുള്ള സത്യം ലത്തീഫിന് അറിയാം. പക്ഷെ ഇപ്പൊ ലത്തീഫ് എന്താ ചെയ്യുന്നത്? ആ സത്യം പറയാതെ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ലത്തീഫ് പറയാണ്, അല്ല ഇത് തിരുത്തപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ ഇതേപോലെ ചെയ്യുന്ന ആൾക്കാര് സത്യത്തെ മറച്ചു വെക്കുന്നത് അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഇന്ന് ലത്തീഫ് അതിനൊരു ഉദാഹരണമാണ്. എന്ന് പറഞ്ഞാൽ അന്നും ഉണ്ട്, അത് എല്ലാ സമൂഹത്തിലും ഉണ്ട്. അപ്പോ ലത്തീഫ് ഇങ്ങനെ സത്യത്തെ മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് ഖുറാൻ തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ലത്തീഫ് സമ്മതിക്കുമോ? ഇല്ല. അത് ലത്തീഫ് മാത്രം ചെയ്യുന്ന പണിയാണ്. എന്ത്? സത്യത്തെ മറച്ചു വെക്കുന്നു. അല്ലാതെ അത് ലത്തീഫ് ഇങ്ങനെ പറയുന്നു, ലത്തീഫ് സത്യം മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. ലത്തീഫ് ഒരു മുസ്ലിമാണ്, ലത്തീഫ് സത്യം മറച്ചു വെക്കുന്നു, അതുകൊണ്ട് ഖുറാൻ തിരുത്തപ്പെട്ടു. എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഇപ്പൊ ലത്തീഫ് പറയുന്നത്, വേദക്കാര് സത്യത്തെ അസത്യവുമായിട്ട് കൂട്ടിക്കലർത്തി, അതുകൊണ്ട് തോറയും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടു. എങ്ങനെയുണ്ട് കൺക്ലൂഷൻ? നല്ല ലോജിക് അല്ലേ? എന്റെ ദൈവമേ, ഞാൻ കഴിഞ്ഞെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്യൊക്കെ. ഇപ്പൊ എനിക്ക് തിരക്കുണ്ട്. അതെങ്ങനെ ഓക്കെ. പറഞ്ഞാലും ഈ രണ്ട് ഇത്രയും പറഞ്ഞാൽ മതി. ഈ രണ്ട് വാക്യത്തിലും പറഞ്ഞോ ചേ, ഈ രണ്ട് വാക്യത്തിലും മുൻ വേദങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, മനസ്സിലായി. ഒരു സെക്കൻഡ് പറഞ്ഞോ, ഞാൻ വിട്ട്. അതായത് വന്ന സമയം മുതൽ എനിക്ക് തിരക്കുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒരു തിരക്കുമില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ലൊരു ചോദ്യം ചോദിച്ചാൽ ഇറങ്ങിപ്പോകാനുള്ളതേ ഉള്ളൂ. നമ്മളുണ്ടാക്കി ഇനി സംസാരിച്ചോളൂ അബ്ദുൽ ലത്തീഫ്. നിങ്ങളെ ബാക്കിയുള്ളവരും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്റെ പൊന്നാര അച്ചക്കുഞ്ഞ് ഫസിറ്റുള്ളി ഇത് അത് പറയാനപ്പോ ഈ അച്ചക്കുഞ്ഞ് എടുത്ത് സത്യത്തിൽ എനിക്ക് തിരക്കുണ്ട്. ഞാനിപ്പോ ഇത് ഒരു ചർച്ച ചെയ്തതുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് പുറത്തിറങ്ങാതെ ഇരിക്കുകയാണ്. അല്ലല്ല, ഇനിയിപ്പോ അതിന്റെ അടുത്ത് വേറൊരാള് ഉണ്ടായിരിക്കും. ഞാൻ പറയട്ടെ. ഇവിടെ എക്യുപ്പ് നിങ്ങൾ ഖുറാൻ എടുത്തിട്ട് വായിക്കുമ്പോൾ ഖുറാന്റെ ഒരു ശൈലിയുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ തഫ്സീറുകൾ നിങ്ങൾ എടുക്കണം.
നിങ്ങൾ ആ തഫ്സീറുകളിൽ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നെങ്കിലും നിങ്ങൾ പരിശോധിക്കണം. അതിനാണ് ഖുർആനിന് തഫ്സീറുകൾ ഉള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പഠിപ്പിക്കപ്പെട്ടത് എന്ന് പറയാൻ ഒരു രീതിശാസ്ത്രമുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പണ്ടും ഞാൻ പറയുന്നത്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എടുത്ത് വായിക്കാവുന്ന ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. ആ ഖുർആനിന് മുഹമ്മദ് നബി എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നു എന്നും ആ പ്രവാചകൻ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത് എന്നും ആ ആ കാലഘട്ടത്തിലെ ആളുകൾ അതെന്താ മനസ്സിലാക്കിയതെന്നും ഒക്കെ അറിയേണ്ടതുണ്ട്. ബൈബിൾ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആധികാരികത ഇല്ലാന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ് എടുക്കുക, വായിക്കുക, തോന്നിയത് പറയുക എന്ന രീതി അതിന് പറ്റത്തില്ല എന്നുള്ളത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് എന്റെ കയ്യിലിരിക്കുന്ന ഒരു തഫ്സീർ അമാനി മൗലിയുടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു തഫ്സീറാണ്. വേണമെങ്കിൽ ഞാൻ അത് എടുത്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞതിന് അമാനി മൗലവി എന്ത് പറഞ്ഞു, ആ തഫ്സീറിൽ എന്താ സൂചിപ്പിക്കുന്നത് എന്ന് ഞാൻ വായിക്കാം. ഒരു മിനിറ്റ് തരികയാണെങ്കിൽ ഞാൻ അത് വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഒരൊറ്റ മിനിറ്റ്. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ അല്ലെ? അത്രയും സമ്മതിക്കാമല്ലോ, ഖുറാനിൽ എഴുതിയിട്ടില്ലെന്ന്. എന്റെ വാദം അത്രേ ഉള്ളൂ, അതെങ്ങനെയാണ് ഖുറാനിൽ എക്യുപ്പേ എഴുതിയിട്ടില്ല. അതിന് ഖുറാനിലില്ല. കേക്ക് അതിന് കേക്ക് കേക്ക്. അതാരെ ഖുറാനിൽ കുറിച്ചാണ് നിങ്ങൾ ഇടപെടല്ലേ? ഓക്കെ ഓക്കെ ഞാനത് ഓക്കെ എടുത്തൊന്ന് ലത്തീഫ്, വായിക്കാം. എന്തായാലും ഇപ്പൊ ഞാൻ എന്റെ നിങ്ങൾ എടുത്തോ, ഇഷ്ടത്തിനും എന്റെ നിങ്ങൾ അഭിപ്രായം എടുക്ക, നിങ്ങൾ പറഞ്ഞതല്ല എന്നുള്ളത് ബ്രദറെ. ഞാൻ ഓക്കെ, എടുത്തിട്ടുണ്ട് നിങ്ങൾ മ്യൂട്ട്. എടുക്കോ. ഓക്കെ, ഞാൻ ഇത് എന്റെ വാദം ഒന്ന് കേട്ടാ മതി. ഖുറാനിൽ എഴുതിയിട്ടില്ല. നിങ്ങളെ അത് വാദമൊക്കെ നിങ്ങൾ ഞാൻ സമ്മതിച്ചോ? കേട്ടതാണ്. നിങ്ങൾക്കത് നിങ്ങൾ അത് ഖുറാൻ സമ്മതിച്ചോന്ന് പറഞ്ഞു, എന്നിട്ട് അങ്ങനെയാണ്. വായിച്ചോളൂ. ഖുറാൻ അതാ പറയുന്നത്. ഈ പറയുന്നത് ആരെ കുറിച്ചിട്ടാണ് എന്നും എന്താണ് പറയാൻ കാരണമെന്നും ഒക്കെ പറയും ഖുറാൻ. അതിന് ഒരു ശൈലി ഉണ്ട് അതിന്റെ. അപ്പൊ ഞാനത് ഓ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊന്ന് നിങ്ങൾക്കത് സഹോദര, വേണമെങ്കിൽ നിങ്ങൾക്ക് തള്ളാം. ഖുറാനിൽ എക്യുപ്പേ ഞാൻ തോറയും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടു. ഒരു മിനിറ്റ്, എന്റെ വാദം ഒന്ന് കേൾക്ക്. ഖുറാനിൽ തോറയും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടിട്ടില്ല, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഖുറാനിൽ തോറയും ഇഞ്ചിയിലും തിരുത്തപ്പെട്ടു എന്ന് എഴുതിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് സമ്മതിക്കാൻ പറ്റുമോ ഇല്ലയോ? അത് അതിനുശേഷം മുമ്പോട്ട് പോകും. ഇനി അതിന്റെ വ്യാഖ്യാനം അങ്ങനെയാണ് ഞാനതിനെങ്ങനെ ഇങ്ങനെയാണ്, അതും സമ്മതിക്കുന്നത്? കേൾക്കാം. അത് വ്യാഖ്യാനമുണ്ടല്ലോ. ഞാൻ അതിനെ എടുക്കുന്നത് ഞാൻ എന്റെ വായ കൊണ്ട് വ്യാഖ്യാനം പറയുന്നതല്ല. ഉണ്ടായിക്കോട്ടെ, വ്യാഖ്യാനം ഉണ്ടായിക്കോട്ടെ, ഞാനത് പക്ഷെ എന്റെ പറയുന്നത് പോയിന്റ് ശരിയാണോ? എക്യുപ്പേ എന്റെ പോയിന്റ് ശരിയാണോ? എക്യുപ്പേ ഞാൻ പറയുന്നത് എക്യുപ്പ് പിന്നെ എക്യുപ്പ് തൊടില്ല പറയുന്നതാണോ അല്ലെ? ഞാൻ ചോദ്യത്തിൽ സ്വീകരിക്കേണ്ടത്? ചോദ്യത്തിൽ ഞാനൊന്ന് തൊടില്ല പറയട്ടെ അല്ലെ? എക്യുപ്പേ. എത്രയോ ചോദ്യത്തിൽ സമയം എക്യുപ്പ് സംസാരിച്ചു എന്നറിയോ? എത്ര സമയം ഇരുന്നിട്ട് ഞെരങ്ങി 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 സംസാരിച്ചു. അപ്പൊ ഞാൻ മൈക്കെടുക്കുമ്പോ ഇടവാദം എന്തിനാണ് മുഴക്കാതെ ചോദ്യത്തിലൊന്നും തൊട് ലത്തീഫെ, ചോദ്യത്തിലൊന്നും തൊട്. ആ, ഞാനത് പറ. പറയട്ടെ. ഞാൻ എന്റെ വായൊന്ന് പറയുന്നതല്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അതിന് നിങ്ങൾക്ക് എടുത്തു തരുന്നത് തഫ്സീറാണ്. അതായത് ഖുറാൻ പിന്നെ എഴുതിയിട്ടുള്ള ആളുകളുടെ വിശദീകരണമാണ്. എന്റെ അഭിപ്രായം ഞാൻ പറയുന്നതല്ല അത്. അതിന് ഞാൻ എക്യുപ്പ് പറയണത് എടുക്കണോ അവര് പറയണത് എടുക്കണോ എന്നാണ് എക്യുപ്പ് എന്നോട് ചോദിക്കുന്നത്. അത് അതിന് ആ ചോദ്യത്തിന്റെ ഒരു പ്രസക്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഖുർആൻ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഞാൻ എടുക്കണോ അത് എക്യുപ്പ് പറഞ്ഞത് എടുക്കണോ എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അത് ഞാൻ അല്ല പറഞ്ഞില്ല, ബ്രദറെ, ഞാൻ എക്യുപ്പിന് അത് ചോദിക്കുന്നത്, പറയാനുള്ള നിങ്ങളോട് ചോദിക്കുന്നത് സ്വാതന്ത്ര്യം ഉണ്ട്. ഖുറാൻ പറഞ്ഞത് എടുക്കുമെന്നാ നിങ്ങൾ എ- ചോദിച്ചത്. ഞാൻ ഞാൻ പറഞ്ഞതല്ല, അല്ല പറയട്ടെ, ഖുറാൻ അല്ല പറഞ്ഞത് നിങ്ങൾ എടുക്കുമെന്ന് പറ. അല്ലക്കിപ്പേ അല്ലക്കിപ്പേ എന്തുവാ ഈ ഖുറാനും ലത്തീഫ് എന്തോ പറയുന്നേ? ഞാൻ അല്ലല്ലല്ല ഖുറാനിന്ന് വാക്യം വായിച്ചു, ഞാനത് ഒരു മിനിറ്റ്, ഞാനേ ഞാൻ എന്നെ കൊണ്ടൊന്ന് ഖുറാനിന്ന് വായിച്ചു ഞാനത് കേൾപ്പിച്ചപ്പോ വായിച്ചിട്ടേ. ഞാൻ ഖുറാനിന്ന് വായിച്ചു കേൾപ്പിച്ചപ്പോ അദ്ദേഹം പറയുക, എക്യുപ്പ് പറഞ്ഞത് എടുക്കുവോ അതോ ഞാൻ അല്ല പണ്ഡിതന്മാര് അങ്ങനല്ല പറഞ്ഞത് ചോദിക്കണ്ടേ, എടുക്കുവോ? അങ്ങനല്ല എന്തോ ഇത്, ചോദിക്കണ്ടേ, എന്തോ ഇത് ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കണം. ചോദിക്കുന്നേ? മുഫസ്സിർ പറഞ്ഞെടുക്കണോ അല്ലാഹു പറഞ്ഞെടുക്കണോ, ഇങ്ങനെ ചോദിക്കണം. അതാ ഞാൻ ചോദിക്കുന്നേ, ഖുറാൻ പറഞ്ഞത് എടുക്കണോ അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞത് എടുക്കണോ അതോ അപ്പൊ മുഫസീർ പറഞ്ഞത് എടുക്കണോ? ഞാനതെന്നെ എന്തോ ഈ കാണിക്കുന്നേ? ഞാനേ ഒന്നാമത്തതേ നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യൊക്കെ. ഞാനൊന്ന് വായിക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് എങ്ങനെ മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാൻ എന്താ മനസ്സിലാക്കുന്നത് അതിന്റെ ആധികാരികത എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ എടുക്കുന്നത് നിങ്ങൾ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എടുത്തോളൂ എന്നാണ് ഞാൻ പറയാ. എനിക്കതിന് നിങ്ങളോട് തർക്കം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് എന്റെ മാത്രം ഞാൻ പറഞ്ഞതല്ല. അതിന് പിന്നെ ആധികാരികമായിരിക്കുന്ന മുഫസ്സിരീങ്ങളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ ഖുറാൻ മനസ്സിലാക്കുന്നതിന് അങ്ങനെ ഒരു രീതിശാസ്ത്രമുണ്ട്. അവരെന്തുകൊണ്ട് അത് പറഞ്ഞു, അവരെങ്ങനെയാണ് പിന്നെ സലഫ് സാലിഹ്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കി എന്നൊക്കെയാണ്. അതൊന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കത് കണ്ടില്ല. ഖുറാനിൽ അവിടെ തൗറാത്ത് ഇഞ്ചിയിൽ നിന്ന് എഴുതിയിട്ടില്ല. വേദക്കാരെന്ന് പറഞ്ഞാൽ അത് അവര് പെടൂല എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ഞാനതിനെ നിഷേധിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനൊന്ന് വായിക്കാത്. എന്നിട്ട് നിങ്ങൾ പിന്നെ അതിനെ എതിർക്കുകയോ നിങ്ങൾ എടുക്കുകയോ പോവുകയോ ചെയ്യാം. നിങ്ങൾ എന്നോട് ഞാനെന്ത് മനസ്സിലാക്കുന്നതല്ലേ ചോദിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക്. ഞാൻ എന്താ മനസ്സിലാക്കിയെന്നുള്ളതിന് പിന്നെ ഞാൻ വായിക്കാറുള്ള ഒരു പിന്നെ തഫ്സീറാണ് ഞാൻ എടുത്തത്. അമാനുമോലയുടെ തഫ്സീർ നിങ്ങളുടെ കയ്യിലുണ്ടോ? എക്യുപ്പിന്റെ കയ്യിൽ അമാനുമോലയുടെ തഫ്സീർ ഉണ്ടോ? ഞാൻ ചോദിച്ചതേ ലത്തീഫ് എന്ത് മനസ്സിലാക്കണമെന്നല്ല, ഞാൻ ഖുറാനിൽ എന്ത് ഞാൻ മനസ്സിലാക്കി. എഴുതിയിരിക്കണമെന്നാണ് ചോദിച്ചത്.
ഖുറാനിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കാത്തതിനാണ് നിങ്ങൾ ഇപ്പൊ ഉത്തരം പറയാൻ പോണേ. ലത്തീഫ് എന്ത് വിശ്വസിക്കുന്നു എന്നുള്ള ചോദ്യം എനിക്കില്ല, അതെനിക്ക് അറിയാം. ഏ, നിങ്ങൾ എന്താ പിന്നെന്താണ് വിശ്വസിക്കുന്നത് ഞാൻ എനിക്കറിയാം. മനസ്സിലാക്കുന്നതല്ലേ ഞാൻ പറയാ. അതിനെ നിങ്ങൾ അല്ല, എന്ത് ഖുറാനിൽ എന്താ മനസ്സിലാക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് പറയുന്നത്. പറ. ഖുറാനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് അത് പറ. ആരെ ഖുറാനിൽ കുറിച്ചിട്ടാണെന്ന് എന്താണ് മനസ്സിലാക്കണമെങ്കിൽ ഓക്കെ, ഞാനൊരു ഓപ്ഷൻ തരാം. ഖുറാനിൽ അള്ളാഹു എഴുതിയിട്ടുള്ള എന്താണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് താങ്കൾ പറ. ഖുറാനിൽ അതിനുശേഷം ആ അലം പറഞ്ഞോ. ഖുറാനിൽ ഓക്കെ, കിതാബാന്ന് എഴുതിയിട്ടുള്ളൂ, കിതാബ. അതാ ഞാൻ ചോദിക്കുന്നത്. നമ്മളിപ്പോ പറയാണ്, ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചത് എന്താണ്, ഖുറാനിൽ എവിടെയെങ്കിലും എക്കിപ്പോ എഴുതിയോ? ഒരു മിനിറ്റ് ഞാനതൊന്ന് വായിച്ചിട്ടേ എക്കിപ്പോ ഞാനൊന്ന് വായിച്ചോട്ടെ. അതെ അതല്ലേ ഓക്കെ, ഞാനത് എടുത്തല്ലോ. നിങ്ങളുടെ ഞാനൊന്ന് ആശ്വാസം, അന്ന് വായിക്കട്ടെ. ഒന്ന് നിങ്ങളുടെ അല്ല, വായിച്ചോട്ടെ. കുഴപ്പമല്ല, അബ്ദുൽ അദ്ദേഹം നിങ്ങൾ ലത്തീഫെ, എഴുതട്ടെ. താങ്കൾ നിങ്ങൾക്ക് വായിച്ചോ? ഞാനതിൽ താങ്കൾ വായിച്ചോ, യാതൊരു കുഴപ്പമില്ല, താങ്കൾ വായിച്ചു. പക്ഷെ നിങ്ങൾ പക്ഷെ അതിനു മുമ്പ് എക്യുപ്പ് ചോദിച്ച ഈ ചോദ്യത്തിന് അലൻ ഉത്തരം എന്തെങ്കിലും പറഞ്ഞിട്ട് താങ്കൾ പറയാണ്ടെങ്കിൽ ഒരു മിനിറ്റ്. വായിച്ചോളൂ, കുഴപ്പമില്ല. അലൻ നിങ്ങൾ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ മ്യൂട്ട് ചെയ്യാം. നിങ്ങളൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. നിങ്ങൾ ഇടയ്ക്കൊന്ന് ആ വരുന്നുണ്ട് ഇതിന്റെ ഓക്കെ ഇടയ്ക്ക്. ഓക്കെ 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 ഞാൻ പറഞ്ഞത്, ഇപ്പൊ എക്യുപ്പ് ഒരു ചോദ്യം ചോദിച്ചു, ഖുറാനിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ. ആ ചോദ്യത്തിന് താങ്കൾ ഉത്തരം കൊടുത്തതിന് ശേഷം താങ്കൾ അമാനി മൗലയുടെ തഫ്സീറിലോട്ടോ ഏതേലും തഫ്സീറിലോട്ട് പോ. ആദ്യം എക്യുപ്പ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കൊടുക്ക്, അതിനുശേഷം പൊയ്ക്കോ. അലമ്പതരാന്ന് ശൈലിയിലൊന്ന് പറയാം. നേരെ ആ ഇസ്ലാമിക അച്ചക്കുഞ്ഞൊരു ശൈലിയിലൊന്ന് പറയാം. വേണ്ടി ഓക്കെ. ഈ ഖുറാനിൽ എഴുതിയിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ അതിന്റെ മറുപടിയാണ് പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ പോലെ ബൈബിള് അങ്ങനെ ഒരു ആധികാരികത ഇല്ലാതെ ആര് പറഞ്ഞു എന്നുള്ള, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷം നമ്മുടെ കൈകളിലില്ല. യേശു എന്താ പറഞ്ഞു എന്നുള്ളത് പിൽക്കാലത്ത് വന്നിരിക്കുന്ന ആളുകൾ പറയുന്ന ആ പുസ്തകം എടുത്ത് വെച്ചിട്ട് നമ്മൾക്ക് തോന്നിയത് നമ്മൾ പറയാണ്. അതിന് ഇസ്ലാമിന്റെ ഒരു ചരിത്രം സ്വീകരിക്കാൻ പല മാനദണ്ഡങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാകാത്തത്. ആ ഖുർആൻ വിശദീകരിക്കാനാണ് പ്രവാചകൻ വരുന്നത്. ആ വിശദീകരണം എങ്ങനെയായിരുന്നു എന്ന് സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയതാണ് മുഫസ്സിരീങ്ങൾ എഴുതുന്നത്. ഞാൻ അതിനെടുക്കുന്നു, നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ മതി. നിങ്ങൾക്ക് തോന്നിയത് നിങ്ങൾക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നിങ്ങൾ ബൈബിൾ ഇരിക്കുന്ന, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ പോലെ നിങ്ങൾ ഖുർആൻ കണ്ടാലുള്ള പ്രശ്നമാണ്. അപ്പൊ ഞാനതൊന്ന് വായിക്കാം എന്താണ് ഉള്ളത് എന്നുള്ളത്, ആരെ കുറിച്ചാണ് പറയുന്നത് എന്നും, അത് അവരെ കുറിച്ച് മാത്രമല്ല പിന്നെ കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതി ഉണ്ടാക്കിയ ആളുകളെ കുറിച്ചും അത് എടുക്കാവുന്ന തന്നെയാണ്. പക്ഷെ അത് യഹൂദന്മാർ ചെയ്തിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. അതിനെ കുറിച്ച് പറയുന്നത് കാണാം നിങ്ങൾക്ക്. ഞാൻ എടുക്കാതെ എക്യുപ്പിന്റെ ചോദ്യത്തിന് എത്ര ഉത്തരം കിട്ടിയല്ലോ. എക്യുപ്പിന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയല്ലോ. എനിക്കറിയാം ബ്രദർ, എനിക്കറിയാം. ഇവരെ വാ, കൊണ്ട് പറ്റുന്ന പണിയാണെന്ന് ഞാന് എനിക്കറിയാം. ഇത് നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യക്കിപ്പോ ഞാനതൊന്ന് വായിച്ചിട്ട് വേണമെങ്കിൽ തരാം. വേണമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാനത് ഒഴിവാക്കാം. വേണോ, വായിക്കണോ? നിങ്ങൾക്ക് ആദ്യം ഞാൻ ചോദിച്ചതിന് ഒരു ഖുറാനിലില്ല, ഉത്തരം പറയാൻ പറ്റി പറ. ഖുറാനിലില്ല. ആ ഓക്കെ, അല്ല, ഒരു പണി ചെയ്യും. എന്തായാലും അദ്ദേഹത്തിന് ഞാൻ ഒരു വായിക്കാം. സമാധാനം കിട്ടില്ല, അദ്ദേഹം അതങ്ങനെയാണ്. വായിക്കട്ടെ. ഖുറാനിൽ അതിന്റെ വിശദീകരണം ആവശ്യമാണ്. ഖുർആനിന് അബ്ദുൽ അതിന്റെ ലത്തീഫ് വിശദീകരണം ആവശ്യമാണ്. അതിനുള്ള ഒരു അബ്ദുൽ പ്രവാചകൻ എന്തിനാ ലത്തീഫിന്റെ കയ്യിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാല്, ഒരു അമാനിയുടെ മിനിറ്റ് അമാനി മൗലയുടെ ഒരു തഫ്സീറാണോ ഇരിക്കുന്നത്? അബ്ദുൽ ലത്തീഫിന്റെ കയ്യിൽ അമാനി മൗലയുടെ തഫ്സീറാണോ? എന്റെ കയ്യിലുള്ളത് അമാനുമാലിയുടെ തഫ്സീറാണ്. ഒരു പണി ഓ, ചെയ്യും, അന്നേരം അദ്ദേഹം എന്താണ് മുജാഹിദ് വായിക്കട്ടെ. വായിക്കുന്നത്? അല്ലേ? നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുത്തോളൂ. അദ്ദേഹം വായിക്കട്ടെ. സലഫി ഒന്നാമത്തതേ സലഫി എന്താ അന്നേരം സംഭവം ഇദ്ദേഹം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അല്ലെന്നുണ്ട് ഞാൻ ഒന്നാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്തിനാണ് ഒരു പ്രവാചകൻ, നമുക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം അങ്ങോട്ട് ഇറങ്ങി, എന്തിനാണ് ഒരു പ്രവാചകൻ എവിടെയെങ്കിലും ഒരു ഗ്രന്ഥം ഇറങ്ങിയിട്ട് നമുക്ക് തോന്നിയതുപോലെ എടുത്ത് വായിക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് ഒരു പ്രവാചകൻ? എന്തിനാണ് ദൈവദൂതന്മാർ എന്റെ വരുന്നത്? പൊന്നു സഹോദരൻ, അല്ലല്ല, വായിക്ക്. ഞാൻ ഒന്ന് പറയട്ടെ. ഉണ്ടാവില്ലേ? അപ്പൊ എന്തിനാ അവര് വരുന്നത്? അവര് വരുന്നത് ആ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കാനാണ്. ആ വിശദീകരിച്ചൊരു സമൂഹം ഉണ്ടാവും. ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഉത്തമ സമുദായം അവരെന്ത് മനസ്സിലാക്കി, അവർ അടുത്ത തലമുറക്ക് എന്ത് കൊടുത്തു, ആ വിഷയത്തെ കുറിച്ച് നമ്മൾ അതേ രീതിയിൽ മനസ്സിലാക്കും. നമുക്ക് തോന്നിയത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ പ്രശ്നങ്ങളിലേക്ക് പോകണം. ഞാനത് വായിക്കാം എന്തായാലും. ഇവിടെ പിന്നെ എവിടെയാണ്? ഓക്കെ, പിന്നെ 79-ാമത്തെ വചനം. അപ്പോൾ കഷ്ടം, അവർ തങ്ങളുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുന്നു, പിന്നീട് അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന് പറയുകയും ചെയ്യും. അതുമൂലം തുച്ഛമായ വില വാങ്ങുവാൻ വേണ്ടി അങ്ങനെ അവരുടെ കൈകൾ കൊണ്ട് അവർ എഴുതിയ നിമിത്തം അവർക്ക് കഷ്ടം, അവർ സമ്പാദിക്കുന്ന നിമിത്തം. ഒക്കെ ഞാൻ പറഞ്ഞ വചനത്തെ ആചരണം. ഇനി അതിന്റെ വേദക്കാരിൽ 2 തരക്കാരുണ്ട്. ഒന്ന്, എഴുത്തും വായനയും അറിയാത്ത പൊതുജനങ്ങൾ. അവർ വേദഗ്രന്ഥം പഠിച്ചറിഞ്ഞിരിക്കയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ചില വ്യാമോഹങ്ങളും ഊഹങ്ങളും മാത്രമായിരിക്കും മതം.
കേട്ടുകേൾവിയെയും പണ്ഡിത പുരോഹിതന്മാരുടെ പ്രസ്താവനകളെയും അടിസ്ഥാനമാക്കി ഇന്നിന്ന നന്മകളും ഗുണങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കുവാനിരിക്കുന്നുവെന്നും മറ്റുള്ള ചില വ്യാമോഹങ്ങളും മതസിദ്ധാന്തങ്ങൾ ഇന്ന പ്രകാരമായിരിക്കുമെന്നുള്ള ഏതാനും ചില ഊഹോപോഹങ്ങളും മാത്രമേ അവരുടെ പക്കലുണ്ടാകൂ. അതായിരിക്കും അവരുടെ മതപ്രമാണം. അന്വേഷിച്ചറിയാത്തതിലും ചിന്തിക്കാത്തതിലും ഇവർ കുറ്റക്കാർ തന്നെ. മറ്റൊരു കൂട്ടരുണ്ട്, പണ്ഡിത പുരോഹിതന്മാർ, അവരുടെ കാര്യമാണ് വളരെ കഷ്ടം. വേദഗ്രന്ഥത്തെ പറ്റി അവർക്ക് അറിയാം, പക്ഷെ അള്ളാഹുവിന്റെയും മതത്തിന്റെയും പേരിൽ അവർ കളവും അനീതിയും കെട്ടിച്ചമക്കും. വായ കൊണ്ട് മാത്രമല്ല, ഗ്രന്ഥങ്ങൾ എഴുതി അവ പ്രചരിക്കുകയും ചെയ്യും. ഇത് മുഖേന അവരുടെ ലക്ഷ്യം ഐഹികമായ സ്വാർത്ഥ ലാഭങ്ങൾ നേടിയെടുക്കുകയല്ലാതെ മറ്റൊന്നുമല്ല. അഥവാ അതുവഴി ജനങ്ങളെ ചൂഷണം ചെയ്തു ധനവും സ്വാധീനവും സമ്പാദിക്കൽ അവരുടെ ജോലിയായിരിക്കും. തങ്ങൾ എഴുതിയ ആ ലിഖിതങ്ങൾ മതഗ്രന്ഥങ്ങളും അള്ളാഹുവിങ്കിൽ നിന്നുള്ള സിദ്ധാന്തങ്ങളുമായിട്ടായിരിക്കും അവർ ജനമധ്യേ അവതരിപ്പിക്കുക. ഇവരുടെ ഓരോ പ്രവർത്തനവും അതിൽ നിന്ന് ലഭിക്കുന്ന ഓരോ നേട്ടവും അവർക്ക് കഷ്ടവും നാശവും ശിക്ഷയുമായി കലാശിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ആഗമനം, സ്വഭാവ സവിശേഷതകൾ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ചെയ്യുന്ന ചില സത്യയാഥാർത്ഥ്യങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ ചില വിവരണങ്ങൾ വ്യാഖ്യാനങ്ങളും ഉൾക്കൊള്ളുന്ന ചില ഗ്രന്ഥങ്ങൾ എഴുതുകയും അത് അവരിലുള്ള സാധാരണക്കാർക്കിടയിലും അറബികൾക്കിടയിലും പ്രചരിപ്പിക്കലും യഹൂദികളുടെ പതിവായിരുന്നുവെന്ന് കാണിക്കുന്ന ചില റിവായത്തുകൾ കാണാം. അള്ളാഹുവിന്റെ പ്രസ്താവനയിൽ നിന്ന് തന്നെയും അങ്ങനെ മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ യഥാർത്ഥ വേദഗ്രന്ഥങ്ങൾക്ക് പുറമെ അവരിൽപ്പെട്ട ചില വ്യക്തികൾ ഗ്രന്ഥങ്ങൾ ലിഖിതങ്ങളും രചിക്കുകയും അവർക്കിടയിൽ അവ വേദഗ്രന്ഥങ്ങളായി ഗണിക്കുകയും ചെയ്തിരുന്നുവെന്നുള്ളതിന് നിലവിലുള്ള ബൈബിൾ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ഈ വചനം യഹൂദികളെ ആക്ഷേപിച്ചുകൊണ്ട് അവതരിപ്പിച്ചതാണെങ്കിലും ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടും ഇസ്ലാമിന്റെ അംഗീകൃത തത്വങ്ങളെയും നിയമങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ടും അതിന് കൃത്യമായ തെളിവുകളും ന്യായങ്ങളും സമർപ്പിച്ചുകൊണ്ടും ഗ്രന്ഥങ്ങൾ മുഖേനയോ മറ്റോ മതത്തിന്റെ പേരിൽ പ്രചരണം നടത്തി മുതലെടുക്കുന്ന എല്ലാ പണ്ഡിത പുരോഹിതന്മാർക്കും അക്ഷരാർത്ഥത്തിൽ തന്നെ ബാധകമാണ് ഈ താക്കീത് എന്നുള്ളത് സംശയമില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് അതിന്റെ വ്യാഖ്യാനം. അഥവാ അവിടെ ഉണ്ടായിരുന്ന യഹൂദികൾക്കും ഈ പതിവുണ്ടായിരുന്നു. അവർ ഗ്രന്ഥങ്ങൾ കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കി അത് ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഞാനേ വേറൊരു കാര്യം ചോദിക്കട്ടെ. താങ്കള് ഇബിൻ ഖത്തീറിനെ എടുക്കുവോ? ഇബിൻ ഖത്തീറിനെ എടുക്കുമെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. എന്റെ കയ്യിൽ എടുക്കാത്തതെന്നാണ്? അതെ എക്കുബ്രോ, എന്റെ കയ്യിലില്ല, അവിടെ അത് അവിടെ ചെറിയൊരു പരിശോധിക്കാൻ. പ്രശ്നമുണ്ട്. അല്ല അത് കുഴപ്പമില്ല. ഈ പുള്ളിക്കാരൻ വായിച്ചത് പുള്ളിക്കാരൻ തന്നെ പ്രശ്നമാണ്. എന്നാ സോൾജർ ഒരു വാക്ക് പറ, അതിനുശേഷം ഞാൻ ഇബിൻ ഖത്തീറിനെ കാണിച്ചു കൊടുക്കാം, അപ്പൊ അല്ല, നമുക്ക് മനസ്സിലാവും. ഓക്കെ. അല്ല, അബ്ദുൽ ലത്തീഫ് വായിച്ച തഫ്സീറിനകത്തും മുൻ വേദഗ്രന്ഥം തിരുത്തപ്പെട്ടു എന്ന ഒരു ഭാഗം അവിടെ വരുന്നില്ല. എഴുതിയിട്ടില്ലെന്നേ, ഇവര് വെറുതെ അതെ അതെ, അത് എഴുതാപ്പുറം ഞാനും അത് തന്നെ വായിക്കുക. ശ്രദ്ധിച്ചേ. അപ്പൊ ഞാനും അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൽ ചില പണ്ഡിതന്മാരുണ്ട്, അവരവരുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് അത് അള്ളാഹുവിൽ നിന്നാണെന്ന് പറയുന്നു. അത് മറ്റൊരു ഗ്രന്ഥമാണ്. ഇവിടെ ചോദ്യം എന്താണ്? മുൻ വേദഗ്രന്ഥങ്ങൾ തിരുത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിന് വേറെ ചില ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് അത് അള്ളാഹുവിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നു. അത് അവിടെ ഇരുന്നാ കുഴപ്പം. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട്. സോൾജറെ ഞാനൊരു കാര്യം ഇല്ലല്ലോ. പറയൂ. സോൾജർ, ഞാൻ ചോദിക്കാം. എന്റെ ഒരു മിനിറ്റ്, അല്ല ലത്തീഫ, ഇനി എന്റെ അവസരം ബ്രദറെ, നിങ്ങൾക്ക് പറയാൻ അവസരം തന്നു ബ്രദറെ. നിങ്ങൾക്ക് എന്തൊരു കഷ്ടം സോൾജർ തെറ്റിദ്ധരിച്ചിട്ടാണ്. ബ്രദറെ. ലത്തീഫ പ്ലീസ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. പറഞ്ഞതിന് നിങ്ങൾക്ക് അവസരം തരാം, ഇനിയും അവസരം തരാം, ഇനിയും അവസരം തരാം. ലത്തീഫിനിപ്പോ കണ്ടിന്യൂസ് വായിക്കാനും അതിനു മുമ്പ് വെറുതെ വളവള പറയാനും ഞങ്ങൾ അവസരം തന്നു, ഇനിയും വളവള പറയാനും അവസരം തരാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ സോൾജറെ, ഇതിന്റെ ഒരു വിഷയം എന്താണെന്നറിയോ? നമ്മൾ ഓൾറെഡി ഈ വിഷയം പറഞ്ഞു. എന്താണ്? ഇവരുടെ ഖുറാനില് മുൻ വേദങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇനി കേട്ടോ, ഞാനേ ഇബിൻ ഖത്തീർ പറയണതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇബിൻ ഖത്തീറിന്റെ 2ാമത്തെ വോളിയം, പേജ് നമ്പർ 187. ഓക്കെ, അതിന്റെ 187, 3ാമത്തെ സൂറ 71ാമത്തെ ആയത്തിന്റെ എക്സ്പ്ലനേഷൻ ആണ് അദ്ദേഹം കൊടുക്കുന്നത്. അതിന്റെ ആദ്യം തൊട്ട് വായിക്കാം. അള്ളാഹ് സ്റ്റേറ്റ്സ്, അതിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ദ എൻവി ദ ജൂസ് ഫീൽ ടുവേഴ്സ് മുസ്ലിംസ്, ദെയർ വിക്കഡ് പ്ലോട്ട്സ് അഗൈൻസ്റ്റ് മുസ്ലിംസ്.
എന്നിട്ട് എഴുതിയിരിക്കുന്നതാണ്, Allah states that the Jews envy the faithful and wish they could misguide them. Allah states that the punishment of the behavior will fall back upon them while they are unaware. Allah criticized them. ഇനി ആ വാക്യം പറയാണ്, people of the scripture, why do you disbelieve in ayat of Allah while you bear witness? You know for certain that Allah's ayats are true and authentic. ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ ആയത്ത് സത്യവുമാണ്, അത് ഒതന്റിക്കുമാണ് എന്നറിഞ്ഞിരിക്കെ അതിന് എന്താണ് വിശ്വസിക്കാതിരിക്കുന്നത്? അടുത്ത വാക്യം, ഓ പീപ്പിൾ ഓഫ് ദ സ്ക്രിപ്ചർ, വൈ ഡു യു മിക്സ്? ഇതാണ് നമ്മുടെ ലത്തീഫ് പറഞ്ഞ വാക്യം. ഓ പീപ്പിൾ ഓഫ് ദ സ്ക്രിപ്ചർ, വേദക്കാരെ, വൈ ഡു യു മിക്സ് ട്രൂത്ത് വിത്ത് falsehood and conceal the truth while you know? ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ബൈ ഹൈഡിങ് വാട്ട് ഈസ് യുവർ ബുക്ക്, സോറി, ബൈ ഹൈഡിങ് വാട്ട് ഈസ് ഇൻ യുവർ ബുക്സ് അബൌട്ട് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മുഹമ്മദ് വൈൽ യു നോ വാട്ട് യു ഡു. കണ്ടോ? അപ്പൊ ഇവര് ചെയ്യുന്ന പ്രവൃത്തി എന്താ പറയുന്നത്? അവരുടെ കൈകളിലുള്ള പുസ്തകത്തില് എഴുതിയിരിക്കുന്ന കാര്യം അവർ മറച്ചു വെക്കുന്നു, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ സത്യത്തെ മറച്ചു വെക്കുന്നു. അപ്പൊ സത്യം അവരുടെ കൈകളിലുണ്ട്, പക്ഷെ അവരത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് ഇബിൻ കത്തീർ പറയുന്നത്. ഞാൻ ആദ്യം ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്തു. അതായത് ഖുറാനില് എഴുതിയിട്ടുണ്ട്, മുൻ വേദങ്ങൾ ശരിയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ സത്യം എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം ലത്തീഫിന് അറിയാം, പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? അത് തിരുത്തപ്പെട്ടു എന്നാണ്. അപ്പൊ എഴുതിയിരിക്കുന്നതും ലത്തീഫ് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മുൻ വേദങ്ങൾ ശരിയാണ് എന്ന് പറയുന്ന കാര്യം എഴുതിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്, എന്നാൽ അബ്ദുൾ ലത്തീഫ് പറയുന്നു അത് തിരുത്തപ്പെട്ടു എന്നുള്ളത് സത്യമല്ല, അദ്ദേഹം അത് മറച്ചു വെക്കുകയാണ്. ഈ പണി പണ്ട് ചെയ്തിട്ടുണ്ട്, അത് എല്ലാ സമൂഹത്തിലും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോ അബ്ദുൾ ലത്തീഫ് ചെയ്യുന്നത് പോലെ.